സോ കെയർ ആൻഡ് ക്യൂറിൽ നമ്മുടെ വിനിയാണ് എന്നുള്ളത്. വിനീനെ പറ്റി ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഷീ ഈസ് എ ഫുഡ് സ്പെഷ്യലിസ്റ്റ് ആൻഡ് മലബാർ അടുക്കളയുടെ മീഡിയ ഹെഡ് കൂടിയാണ് വിനി. സോ ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ വെൽക്കം വിനി. താങ്ക് യു. സോ ഇന്ന് എന്താണ് നമുക്ക് വേണ്ടി ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്? ഇന്നത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും തെറ്റായിട്ടുള്ള രീതിയിൽ ഫോളോ ചെയ്യുന്ന ഇപ്പോഴത്തെ ഒരു ട്രഡീഷൻ. അതായത് ഈ കാലഘട്ടത്തിൽ എനിക്കറിയില്ല ശ്രുതി എപ്പോഴാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ചെയ്തത് എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ബർത്ത്ഡേ കേക്ക്സ് ഇല്ലെങ്കിൽ എന്തൊരു ഒക്കേഷൻ ആയിക്കോട്ടെ, നമ്മൾ കേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് ആദ്യം ചെയ്യുന്ന ഒരു പ്രവൃത്തി കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്നൊന്ന് പറയോ ശ്രുതി? എടുക്കുക, ക്രീം എടുക്കുക, അതിന്ന് വല്ലതും സംഭവങ്ങൾ എടുക്കുക, മുഖത്ത് തേക്കുക. ഇത് ഇല്ലെങ്കിൽ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കേക്ക് മൊത്തത്തിൽ സ്മാക്ക് ചെയ്യാനത് കണ്ടിട്ടുണ്ട് ഇല്ലേ? അതെ അതെ. ഇന്ന് ഞാൻ അതിനെ കുറിച്ചിട്ടുള്ള ഭവിഷ്യത്തുകൾ അങ്ങോട്ട് പറഞ്ഞു തരും. ഓ മൈ ഗോഡ്. ഓക്കെ, ഇത്രയും നാള് ഞാൻ വിചാരിച്ചിരുന്നത് ഒരു ഹാപ്പിനെസിന്റെ പേരിലാണ് നമ്മൾ അതൊക്കെ എടുത്ത് തേക്കുന്നത്. ബട്ട് വി നെവർ തോട്ട് അതിന്റെ ഒരു നെഗറ്റീവ് പാർട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല. അതായത് ഇപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താ, ഇറ്റ്സ് ആഫ്റ്റർ ഓൾ നമ്മൾ കഴിക്കുന്ന ഒരു പ്രോഡക്റ്റ് അല്ലേ, അത് മുഖത്ത് തേച്ചാൽ എന്താ പ്രശ്നം, എന്തെങ്കിലും പ്രോബ്ലം വരും എന്ന്. ശരി, നമ്മൾ മുഖത്ത് തേക്കുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ ക്രീമൊക്കെ നമ്മൾ കുടിക്കാറുണ്ടോ? ഇല്ല. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ മുഖത്തേക്ക് തേക്കുന്നു, അത്രയും വിശ്വാസമായിട്ടുള്ള രീതിയിൽ വളരെ കോസ്റ്റ്ലി പ്രോഡക്ട്സ് നമ്മൾ മുഖത്ത് തേക്കുന്നു. അതാരെങ്കിലും ഒന്ന് ക്രീമോ ഇല്ലെങ്കിൽ ലോഷനോ ഇല്ലെങ്കിൽ പാൻ കേക്കോ ഒന്ന് കഴിച്ച് കാണിച്ചു തരൂ എനിക്ക്? ഇല്ലല്ലോ. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ നമ്മൾ നമ്മുടെ സ്കിന്നിലേക്ക് കൊടുക്കുന്നു? ആ ഭവിഷ്യത്ത് വരുന്നത് ഇന്ന് നിങ്ങൾ ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾ കേക്ക് സ്മാക്ക് ചെയ്തതുകൊണ്ടോ വരില്ല. പക്ഷെ ആ ക്രീമും ആ എഡിബിൾ ആയിട്ടുള്ള എന്താണ് ആ കളേഴ്സും അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഫോണ്ടന്റും ആ ഷുഗേഴ്സും എല്ലാം കൂടിയിട്ട് നിങ്ങളുടെ സ്കിന്നിലേക്ക് ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അതിന് ഒരുപാട് വില കൊടുക്കേണ്ടി വരും. സോ പ്ലീസ് ഡോണ്ട് ഡു ഓൾ ദാറ്റ് വിച്ച് യു വെർ നോട്ട് ഡൂയിങ്. നമ്മൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡിലാണ് ആൾക്കാർക്ക് ഇത് കണ്ടുവന്നിരിക്കുന്നത്. ലൈക്ക് എടുക്കുക, മുഖത്ത് തേക്കുക, ഒരു മഫിൻ ആണെങ്കിൽ പോലും നെറ്റിയിൽ എന്ന് വേണ്ട, വലിയ ആൾക്കാർ എന്നല്ലാതെ ഒരു കുഞ്ഞിവാവിടെ 1 year ബർത്ത്ഡേക്ക് അടക്കം അതിന്റെ മുഖത്ത് തേച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഫിസിക്കലി പ്രസന്റ് ആയിട്ടുള്ള എത്രയോ ഒക്കേഷൻസിന് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ദയവ് ചെയ്ത് ചെയ്യും. സോ അപ്പം ഇനിയെങ്കിലും ദയവ് ചെയ്ത് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്നുള്ള നിലയിൽ ചെയ്യരുത്. ഈ ഒരു ക്വസ്റ്റിനെ എനിക്ക് പറയാനുള്ളൂ. വിനി ഇത്രയും ഇതായിട്ടുള്ള രീതിയിലുള്ള കേക്ക് അല്ലേ, അത് നമ്മൾ കഴിക്കുന്ന പ്രോഡക്റ്റ് അല്ലേ? എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ വാങ്ങിക്കുന്ന ലോഷനും ക്രീമും ഇന്നാ ഒന്ന് അതങ്ങോട്ട് കുടിക്കുക. നമ്മൾ ചെയ്യുന്നുണ്ടോ? പലതും നമ്മൾ ആലോചിക്കുന്നില്ലേ? സോ വൈ ടു ടേക്ക് എ ഈറ്റിംഗ് പ്രോഡക്റ്റ് ആൻഡ് അപ്ലൈ ഇറ്റ് ഓൺ യുവർ ഫേസ് വെൻ ഇറ്റ് ഇസ് നോട്ട് അപ്ലിക്കബിൾ ടു ഡു സോ? ആരും ചിന്തിക്കാത്ത ഒരു ടോപ്പിക്കാണ് ഇന്ന് വിനി നമുക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. എനിവേസ് നമ്മുടെ ഫസ്റ്റ് കോളർ റെഡിയാണ് വിനി. ഹലോ. ഹലോ, വെൽക്കം ടു കെയർ ആൻഡ് ക്യൂർ. ആരാ സംസാരിക്കുന്നത്? ഞാൻ അശ്വതി. അശ്വതി എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? ഷാർജ. ഓക്കെ അശ്വതി, ചോദിച്ചോളൂ. വിനി ഉണ്ട്. ഹായ് വിനി, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ, പറയൂ. അശ്വതി, എനിക്ക് സോറി വിനി, ആക്ച്വലി എനിക്ക് 2 കാര്യം ചോദിക്കാനുള്ളത്. ഫസ്റ്റ്, ഞാൻ വിനിയുടെ ഫേസ്ബുക്ക് പേജ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വിനി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കണ്ണ് എഴുതുമ്പോഴത്തേക്ക് അവിടെ ഒരു കുഞ്ഞു സ്മോൾ ഹോൾ ഉണ്ട്, അതിൽ ടച്ച് ചെയ്യാതെ വേണം എഴുതാൻ. എനിക്ക് അതിന്റെ എന്താ റീസൺ എനിക്ക് മനസ്സിലായില്ല. See, that is the only area in our eyes where it takes oxygen from that hole. ഓക്കെ, നമ്മുടെ ഫുൾ ബോഡിയിലോട്ടുള്ള നമ്മുടെ ബോഡി അല്ലല്ല, only for the eyes. That is the only part. ഇപ്പൊ കണ്ണ് ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ആ ഒരു പാർട്ട് മാത്രം ഹോൾ ഉണ്ടാവും, ടൈനി ഹോൾ. ആ ടൈനി ഹോളില് ആ ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ നമ്മുടെ ബോഡിയിൽ ഡയറക്റ്റ് ഓക്സിജൻ എടുക്കുന്നത്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ആ ഭാഗം അങ്ങോട്ട് കവർ ചെയ്തിട്ട് എഴുതി കൊടുക്കരുത് പറയണേ. എന്താ വെച്ചാൽ ആ ഒരു തടസ്സം വരണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സൂക്ഷിക്കണം. എന്താ കാര്യം വെച്ചാൽ എഴുതുന്ന കൺമഷിയൊന്നും ഓർഗാനിക് ആവണം എന്നില്ലല്ലോ. ഓക്കെ, ഇല്ലെങ്കിൽ പണ്ടത്തെ കാലത്തെ പോലെ ഉണ്ടാക്കി കൺമഷിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലെവലായിരിക്കണം. ഐ ഡോണ്ട് തിങ്ക് സോ നൗ എനിവൺ ഡസ് ദാറ്റ് കൈൻഡ് ഓഫ് പ്രൊസീജിയർ. സോ അതുകൊണ്ട് അത് വളരെയധികം കെയർഫുൾ ആയിട്ടുള്ള രീതിയിൽ വേണം എന്ന് തന്നെയാണ്. ബിക്കോസ് അത് വളരെ നീറ്റ് ആയിട്ട് കാണാൻ പറ്റും 2 ഹോള്. സോ ദാറ്റ് ഈസ് ആക്ച്വലി ആ ഓക്സിജൻ ടേക്കിംഗ് ആണ് നമ്മുടെ കണ്ണിന്. Okay, Ashwati, is that clear for you? Hello. Okay, thank you so much for calling.
ഒരു ഡൗട്ടും കൂടെ ഉണ്ടായിരുന്നു. ആ പറയൂ. ഓക്കെ. വിനി ആക്ച്വലി ഞങ്ങൾ ഒരു എന്താ പറയുന്ന കോൾഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലോട്ട് ഇനി മൂവ് ചെയ്യാൻ പോവാ. അപ്പം സി നമ്മൾ ഇപ്പം കോൾഡ് ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞ ഏത് കൺട്രിയാ? നോർത്ത് അമേരിക്ക. ഓക്കെ ഫൈൻ. അപ്പം അവിടെ അശ്വതി കുറച്ച് ഒച്ചത്ത് സംസാരിക്കാവോ? എനിക്ക് കേൾക്കുന്നില്ല. ഹലോ കുറച്ച് ഒച്ചത്ത് സംസാരിക്കാവോ? എനിക്ക് കേൾക്കുന്നില്ല. ഹലോ ഹലോ ആ പറഞ്ഞോളൂ. അപ്പം ഇപ്പം ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഡയറ്റിന്റെ ലൈക്ക് യുനോ ഓൺ കൺട്രോൾ ആണ്, ഡയറ്റിലാണ്. ശരി. അപ്പം ഈ നമ്മളൊരു കോൾഡ് രാജ്യത്തിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ആ ഡയറ്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? സി അവിടുത്തെ ഫുഡ് ഹാബിറ്റ്സും ഒക്കെ ഒത്തിരി എക്സാക്ട്ലി. ഒരു കോൾഡ് ആയിട്ടുള്ള ഏരിയക്ക് പോകുന്ന സമയത്ത് നമ്മളിപ്പോ ഏത് ഭക്ഷണമാണോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഭക്ഷണത്തിനെ എക്സ്ട്രാ ഹീറ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഓട്ടോമാറ്റിക്കലി ആ കോൾഡ് പ്രദേശത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഭക്ഷണത്തിനുള്ള ഇൻടേക്ക് ലെവൽ കമ്മിയാവും. So whatever diet you are following now, 110% ആ ഡയറ്റിന്റെ 50% കഴിക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് ആ ഇന്റേണൽ ഓർഗൻസ് ഒന്ന് ചൂട് പിടിച്ച് കറക്റ്റ് ലെവലിലേക്ക് നമ്മുടെ തെർമൽ ബോഡി വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് സമയം എടുക്കും. ഓക്കെ. സോ ഇപ്പോഴത്തെ ഡയറ്റിൽ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നെ അത് വന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നല്ല ബോയിലിംഗ് ഹോട്ട് ആയിട്ടുള്ള രീതിയിലുള്ള സെർവിങ് ചെയ്യാം. So give your internal organs a time to settle down. And then you start adjusting to the food that is available in North America. And then from there you have to take on. Because ഇപ്പൊ തന്നെ നോർത്ത് അമേരിക്കയിലേക്ക് പോകുന്ന സമയത്ത് തന്നെ നമുക്ക് അവരുടെ ഫുഡ് ആയിട്ടുള്ള രീതിയിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കൊണ്ടുപോകരുത്. ബിക്കോസ് ദുബായ് ക്ലൈമറ്റ് വെച്ചിട്ട് ആ ഭക്ഷണം ഇവിടെ ചേരില്ല. സോ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഡയറ്റ് ബിക്കോസ് എനിക്ക് ഇനി അങ്ങോട്ട് വണ്ണം വെക്കണമെന്നില്ല. സോ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷെ ഒരു നല്ല കാര്യം എന്താന്ന് വെച്ചാൽ യു വിൽ ബി ടേക്കിംഗ് ഓൺലി 50% ഓഫ് വാട്ട് യു ആർ കൺസ്യൂമിംഗ് നൗ. Okay. Thank you. Vinny. Thanks a lot. Okay, Ashwati, thank you so much for calling. ഇനി നമുക്ക് വേറൊരു കോളർ ഉണ്ട്. ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് സ്മിത. ഐ എം കോളിംഗ് ഫ്രം ഷാർജ. ഷാർജ. ഓക്കെ സ്മിത, ചോദിച്ചോളൂ. വിനി ഉണ്ട് ഇവിടെ. Hi Smita. First of all, I'm glad that I got the line. Oh, pleasure is ours. Second thing, first നിങ്ങൾ പറഞ്ഞത് കേക്കിന്റെ കാര്യമാണ്. ഐ എം എ ബേക്കർ and I make sure I know how difficult it is to make a delicious cake. Yes. ഞാൻ ഒരിക്കലും ഒരു ചെറിയ പീസ് പോലും വേസ്റ്റ് ആക്കാത്ത. Exactly. Okay. ബിക്കോസ് ആ ഒരു യമ്മി ആയിട്ടുള്ള നമ്മുടെ ഉണ്ടാക്കി ആ മെനക്കെട്ട രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു സംഭവം കംപ്ലീറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കാണ്ട് നശിപ്പിച്ച് കളയാന്ന് പറയണതേ. ബിക്കോസ് ഐ എം എ ഫുഡ് സ്പെഷ്യലിസ്റ്റ്. ഐ നോ വാട്ട് എ ഫുഡ് കൗണ്ട്സ്. Exactly. Okay. പറയൂ സ്മിത, എന്താ അറിയണ്ടേ? My thing is, it's a long story. Okay. Let me tell you, I'm 40 years. Okay. At the moment, I am 4.5 months pregnant. Okay. I lost my first child to incompetent cervix. Now Okay. I'm on bed rest. Okay. And circula jidam puvana. I'm a diabetic for a long time. My blood sugar is under control because I have to maintain between 90 and 120. Which I'm ഇൻസുലിൻ trying to ഉണ്ടോ? do. ഇൻസുലിൻ ഉണ്ട്, ഗ്ലൂക്കോഫാജും ഉണ്ട്. ഓക്കെ. ഇൻസുലിൻ എത്ര എടുക്കുന്നു? 32 at night. 32 at night. മോർണിംഗ് ഇല്ല? ഇല്ല. ഗ്ലൂക്കോഫേജ് മോർണിംഗ്. ഗ്ലൂക്കോഫേജ് മോർണിംഗ് ഉണ്ട്. ഓക്കെ ഫൈൻ. എത്ര mg? 500 mg. ഓക്കെ ഫൈൻ. Okay, I'm able to maintain between 90 and 120. Okay, I'm fine. regularly monitoring. But എനിക്കൊരു ഹെൽപ്പ് വേണ്ടത്. I have run out of options for food. Okay. ഇപ്പോ ഓരോ പ്രാവശ്യം ഓരോന്നും കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ആണ് എന്റെ. ലഞ്ചിന് വിനി ഒരിക്കൽ പറഞ്ഞ ഒരു ദോശ ഞാൻ കഴിക്കുന്നുണ്ട്. റാഗിയും ഉഴുന്നും ഇട്ടിട്ടുള്ള ഒരു ദോശ. വിച്ച് ഇസ് ഒരു ദോശ കഴിച്ചാൽ ഇറ്റ് വിൽ സ്റ്റിക്ക് ടു 120, വിച്ച് ഇസ് ഹെൽപ്പിംഗ് മീ. യെസ്, ബിക്കോസ് അത് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ നല്ലൊരു കാര്യമാണത്. എനിക്ക് 1-2 ഓപ്ഷനും കൂടെ കിട്ടിയാൽ കൊള്ളാം. ഓക്കെ. ഈ ലഞ്ചിന് കഴിക്കാനുള്ള ദോശയുടെ കാര്യമല്ലേ? ഈ ലഞ്ചിന് കഴിക്കാനുള്ള ഡയബറ്റിക് ആയിട്ടുള്ള രീതിയിലും ഇൻ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ വിത്ത് യുവർ ഏജ് ആൻഡ് യുവർ പ്രഗ്നൻസി ലെവൽ. ഓക്കെ. ഇപ്പൊ ഈ റാഗിയുടെ കാര്യത്തില് ആഴ്ചയിൽ ഒരിക്കൽ കഴിച്ചോളൂ, വിച്ച് വിൽ മെയിൻറ്റെയിൻ യുവർ ഡയബറ്റിക് ലെവൽ. Actually, I am having that dosha for lunch every day. Yeah, you are having the dosha for lunch every day. Make sure you are having that one day after another. Okay. Because ഈ ഒരു ദോശ മാത്രം കഴിച്ചതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രഗ്നൻസിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല.
ഓക്കെ. ബിക്കോസ് പ്രഗ്നൻസി ടൈമിൽ നമുക്ക് കുറച്ചും കൂടി വേണം. യാ. സോ വാട്ട് യു ഡു ഇസ് ഈ സംഭവം തന്നെ നേരെ കൺവേർട്ട് ഇട്ടു ചെറുപയർ. ഓക്കെ. ഇപ്പൊ റാഗി പറഞ്ഞ സെയിം സംഭവം ചെറുപയർ കുതിർത്തിടുക, ഉഴുന്ന് കുതിർത്തിടുക, ഇത് രണ്ടും കൂടിയിട്ട് കമ്പൈൻ ചെയ്യുക, അരയ്ക്കുക, ദോശ ഉണ്ടാക്കുക. ഓക്കെ, ലെറ്റ് മീ ടെൽ യു വൺ തിങ് വിനി. ഞാൻ 1-2 പ്രാവശ്യം നമ്മൾ ചെറുപയർ വെറുതെ വേവിച്ചിട്ട് നമ്മളിങ്ങനെ താളിച്ച് ഇടില്ലേ, ഉപ്പേരി, അങ്ങനെ കഴിച്ചിട്ട് എന്റെ ഷുഗർ ലെവൽ ഒരു 140 ആയതുകൊണ്ട് ഞാൻ ചെറുപയർ നിർത്തിയേക്കാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ കുഞ്ഞിന്റെ കാര്യം, ഉള്ളിലുള്ള കുഞ്ഞിനും വേണ്ടിയിട്ടുള്ളത് നോക്കണമല്ലോ. അറിയാം. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഏജും കൂടി നമുക്ക് ഫാക്ടറായിട്ട് കണക്കാക്കണം. അപ്പോ അതാ ഞാൻ പറഞ്ഞത്, ഒരു ദിവസം വിട്ട് ഒരു ദിവസം റാഗി പോട്ടെ, ഒരു ദിവസം പ്രോട്ടീൻ പോയതുകൊണ്ട് ഇമീഡിയറ്റ് ഷൂട്ടപ്പ് ഒന്നും നടക്കാൻ പോകുന്നില്ല. സോ ഒരു ദിവസം പ്രോട്ടീൻ ബേസ് ആയിട്ട് കൊടുത്തേ പറ്റൂ, വിത്ത് കൺസിഡറേഷൻ ടു യുവർ പ്രഗ്നൻസി. സോ ഈ ഒരു പ്രോട്ടീൻ ബേസ് ആയിട്ടുള്ളത് നോക്കുക. അടുത്ത ദിവസം റാഗി കഴിക്കുക. അതിന്റെ അടുത്ത ദിവസം വന്നിട്ട് രാജ്മ അല്ലേ, ആ രാജ്മയുടെ പയറ് ഇതേപോലെ സോക്ക് ചെയ്യുക, ഉഴുന്ന് സോക്ക് ചെയ്യുക, ഗ്രൈൻഡ് ചെയ്യുക. സോ രാജ്മാൻഡ് ഉഴുന്ന്, ചെറുപയർ ആൻഡ് ഉഴുന്ന്. യെസ്, വി ആർ നോട്ട് ടേക്കിംഗ് കാർബോഹൈഡ്രേറ്റ്. അപ്പൊ ഷുഗർ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യും. എന്നാൽ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഈ ഏജിന്റെ ലെവലിൽ നമ്മൾ കൊടുത്തേ പറ്റൂ. ഓക്കെ. ഓക്കെ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. താങ്ക് യു. ഓക്കെ, ഞാൻ ആലോചിക്കായിരുന്നു, നമ്മുടെ ഫസ്റ്റ് കോളർ പറഞ്ഞില്ലേ കണ്ണിന്റെ അതെന്താ സംഭവം? ലൈക് നമ്മുടെ പല വ്യൂവേഴ്സിനും അത് മനസ്സിലായിട്ടുണ്ടാവില്ല ചിലപ്പോൾ. ഓക്കെ, അതായത് നമ്മളിപ്പോ വളരെ കീൻ ആയിട്ട് ശ്രുതി നമ്മുടെ കണ്ണിനെ ഒന്ന് നോക്കൂ. ഈ എൻഡിലായിട്ട് ഒരു ചെറിയ ടൈനി ഹോള് കാണാം. ഓക്കെ, ദാറ്റ് ഈസ് ദ ഓൺലി പാർട്ട് ഓഫ് അവർ ഹ്യൂമൻ ബോഡി വിച്ച് ഇസ് ടേക്കിംഗ് ഓക്സിജൻ ഡയറക്ട്ലി ഫ്രം ദ എയർ. ഓക്കെ, ബാക്കി എല്ലാത്തിനും ഇറ്റ് ഹാസ് എ ഡിഫറെന്റ് പ്രൊസീജിയർ. നമ്മൾ എടുക്കുന്നു, കൺസ്യൂം ചെയ്യുന്നു, ഇൻഹേൽ ചെയ്യണം, എല്ലാം. പക്ഷെ ഈ ഒരു പാർട്ട് മാത്രം, ഈ ടൈനി ഹോളില്ലേ, അത് മാത്രം ശരിക്കും ഡയറക്റ്റ് അബ്സോർബിംഗ് ആണ്. അതുകൊണ്ടാണ് ആ ഭാഗം കുട്ടികൾക്കായാലും വലിയവർക്കായാലും മൊത്തത്തിൽ കൺമഷി എഴുതി അവിടെ അടച്ചു വെക്കണ്ടെന്ന് പറയാൻ കാരണം. ബിക്കോസ് ഇന്നത്തെ കാലത്ത് കിട്ടുന്നത് ഓർഗാനിക് ആണോ എന്ന് നമുക്കറിയില്ല. പണ്ട് അമ്മൂമ്മമാരും അമ്മമാരും ഒക്കെ കണ്ണിങ്ങനെ എഴുതി പിടിപ്പിച്ച് നല്ല കണ്ണും കൺമഷിയും ഉണ്ടാക്കുന്ന കൺമഷി ഇപ്പൊ ആരും വീട്ടിലുണ്ടാക്കുന്ന എനിക്ക് തോന്നുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ആ കോളർ ആ ഒരു എപ്പിസോഡ് കണ്ടപ്പോഴാണ് എന്റെ അടുത്ത് ചോദിച്ചത്, ഇത് കാരണം എന്താണ് അത് ശരിക്കും മനസ്സിലായില്ല എന്നുള്ളത്. സോ അത് സൂക്ഷിച്ചു വെക്കുക. പ്രത്യേകിച്ചിട്ട് നമ്മുടെ നാട്ടില് നമ്മുടെ കേരളീയർക്ക് ഒരു സ്വഭാവം ഉണ്ട്, കുട്ടിയുടെ കണ്ണ് വല്ല കഥകളിക്ക് അങ്ങോട്ട് എഴുതുന്ന പോലെ ഒരു സ്റ്റാർട്ട് ഫ്രം ഹിയർ ടോ. അപ്പോ അത് വളരെയധികം സൂക്ഷിക്കുക. കുഞ്ഞി കണ്ണാണ്, അതുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് നിങ്ങൾ എഴുതിക്കോളൂ. അങ്ങനെ തന്നെ എഴുതണമെന്ന് നിർബന്ധമില്ല. ആൻഡ് ഈവൻ ഫോർ യു എൽഡേഴ്സ് ആയാലും ശരി, നമ്മൾ കണ്ണ് എഴുതുന്ന സമയത്ത് ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് തുടങ്ങുക. ഓക്കെ വിനി, അപ്പൊ നമ്മുടെ അടുത്ത കോളർ റെഡി ആയിട്ടുണ്ട്. ഹലോ ഹലോ, വെൽക്കം ടു കെയർ ആൻഡ് ക്യൂർ. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് അഞ്ജു എന്നാണ്, ഷാർജയിൽ വിളിക്കുന്നു. ഓക്കെ അഞ്ജു ചോദിച്ചോളൂ. ഹായ് അഞ്ജു, പറയൂ. ഹായ്, ഞാൻ എന്റെ ഹസ്ബൻഡിന് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നേ. ഓക്കെ, 280 ഉണ്ടായിരുന്നു. കൊളസ്ട്രോൾ എത്രയുണ്ടായിരുന്നു? 280. ടോട്ടൽ കൊളസ്ട്രോൾ ആണോ? ടോട്ടൽ കൊളസ്ട്രോൾ ആണോ? ടോട്ടൽ കൊളസ്ട്രോൾ. അതില് ട്രിഗ്ലൈസറൈഡ്സ് എത്രയുണ്ട്? എനിക്കത് ഇത് പഴയതാണ്. ഇപ്പൊ ഞാൻ ടാബ്ലറ്റ് കഴിച്ചിട്ട് 2 മാസം കഴിച്ചു കഴിഞ്ഞപ്പോ ഇപ്പൊ അത് 171 ആയിട്ടുണ്ട്. ലേറ്റസ്റ്റ് 171 എപ്പ നോക്കി? ലാസ്റ്റ് ഫ്രൈഡേ നോക്കിയപ്പോ 171 ആയി. ഓക്കെ, ട്രൈഗ്ലിസറൈഡ്സ് 205 ഉണ്ട്. എന്തുണ്ട്? ട്രൈഗ്ലിസറൈഡ്സ്. I'm not able to hear you. കുറച്ച് ഉറക്കെ സംസാരിക്കൂ അഞ്ജു. ട്രൈഗ്ലിസറൈഡ്സ് 205 ഉണ്ട്. Yes, triglyceride. Okay. എത്ര? 205. ഓക്കെ. HDL 29. ഓക്കെ. LDL 114. ഓക്കെ, അപ്പോഴും ബാഡ് കൊളസ്ട്രോൾ കൂടുതലാണ്. അപ്പൊ അതിന് എന്താണ് ഫുഡിൽ നമുക്കത് മാറ്റം വരുത്താൻ പറ്റുക അറിയാനായിരുന്നു. ഞാൻ പറഞ്ഞുതരാം. അതായത് ഏർലി മോർണിംഗ് രാവിലെ. കാര്യം കൂടി പറഞ്ഞോട്ടെ. ഫാറ്റി ലിവർ ഉണ്ട് കേട്ടോ ഹസ്ബൻഡിന്. ഫാറ്റി ലിവർ ആണ് അല്ലേ? SGPT 146 ഉണ്ട്. എത്രയുണ്ട്? 146. ഓക്കെ, ഫൈൻ. ശരി, ഇനിയിപ്പോ ഈ പറയുന്ന സംഭവം രണ്ടെണ്ണത്തിനും ശരിയാവും.
ഓക്കെ ഓക്കെ. ഫാറ്റി ലിവർ ഒരു കാരണവശാലും എന്താണ് പറയാ, രാവിലെ നേരത്ത് നടക്കാൻ പോവരുത്, വൈകുന്നേരം നേരത്ത് തന്നെ നടക്കണം. ഓക്കെ ഓക്കെ, ഒന്ന് അത്. രണ്ടാമത്തത്, ഈ കൊളസ്ട്രോളിന്റെ കാര്യത്തില് നമ്മുടെ കരുവേപ്പില ഇല്ലേ, ആ നോർമൽ കരുവേപ്പില, ആ അതൊരു പിടി എടുക്കുക കയ്യില്, എന്നിട്ട് മിക്സിയിൽ ഇടുക, കുറച്ച് വെള്ളം ഒഴിക്കുക, അരയ്ക്കുക. ഓക്കെ, യു വിൽ ഗെറ്റ് എ പേസ്റ്റ്, ഗ്രീൻ പേസ്റ്റ്. ഓക്കെ ആ ഗ്രീൻ പേസ്റ്റിന് അരിപ്പേ കൂടെ അരിക്കുമ്പോ യു വിൽ ഗെറ്റ് എ ഗ്രീൻ ജ്യൂസ്. ഓക്കെ ആ കരുവേപ്പില ജ്യൂസിന് കുറച്ചേ ഉണ്ടാവുള്ളൂ, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. അതിലേക്ക് ഉപ്പിടുക, വെറും വയറ്റിൽ കുടിക്കാൻ പറയുക. ഓക്കെ ആൻഡ് ഒരാഴ്ചക്കുള്ളിൽ യു വിൽ ഫൈൻഡ് ദ ഡിഫറൻസ്. ഓക്കെ ഈ ബാഡ് കൊളസ്ട്രോൾ കംപ്ലീറ്റ് ആയിട്ട് പോവും. ഒന്ന്. രണ്ട്, രാവിലെ മുതൽ ഉച്ച വരയ്ക്കും കുടിക്കേണ്ട ഒരു വെള്ളം, ആ എന്താ പറയാ, നല്ല സ്ഥലത്ത് പോയിട്ട് തേങ്ങ വാങ്ങിക്കുക. ഓക്കെ തേങ്ങ വാങ്ങിച്ചിട്ട് ആ തേങ്ങ കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ മുകളിലത്തെ വശത്തെ എല്ലാം ഇതാക്കി തേങ്ങ ചിരണ്ടി കഴിഞ്ഞതിന് ശേഷം ചിരട്ട മാത്രമാവും. ഓക്കെ ആ ചിരട്ട മാത്രം ആവുന്ന സമയത്ത് അതിനെ കുത്തിപ്പൊട്ടിക്കുക. ഓക്കെ എന്നിട്ട് ഒരു 4-5 പീസ് ചിരട്ട എടുത്തിട്ട് ഒരു അര ലിറ്റർ വെള്ളത്തിലിടുക. ഓക്കെ ഈ ചിരട്ട വെള്ളം അങ്ങോട്ട് തിളക്കട്ടെ. ഓക്കെ എന്നിട്ട് ആ വെള്ളം കുടിക്കുക. ചിരട്ടയുടെ മണം ഉണ്ടാവും, ഒരു എന്താ പറയാ, ഒരു മണ്ണ് കഴിക്കണ പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ ചിരട്ട വെള്ളം എന്താണ് ഉച്ച വരയ്ക്കും കുടിക്കുക. ഇറ്റ് ഈസ് വെരി വെരി ഗുഡ് ഫോർ യുവർ ഫാറ്റി ലിവർ ആസ് വെൽ ആസ് കൊളസ്ട്രോൾ. ഓക്കെ അപ്പൊ നമ്മൾ ഈ 1/2 ലിറ്റർ വെള്ളം കൊണ്ട് ഉച്ചവരെ കുടിച്ചാൽ മതി? മതി മതി മതി, ധാരാളം. ഞാൻ പറയണത് ഓരോ ഗ്ലാസ് വെച്ച് കുടിക്കണം എന്നല്ല, കുറേശ്ശെ. ഓക്കെ Okay, I hope Thank that you, is Anju. clear. Thank you so much, Anju, for ഒരു calling. കൊച്ചു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ? പറയൂ. ഒരു മോനുണ്ട്. ഹലോ, ആ പറഞ്ഞോളൂ. 8 മാസമായ ഒരു മോനുണ്ട്. ആ അവന് ഇന്നലെ മുതല് നാപ്പി കെട്ടിക്കുന്നിടത്ത് ആ. ഒരു റാഷ് പോലെ കാണുന്നുണ്ട്. ആ അപ്പൊ അതിന് ഞാൻ സെബാമെഡിന്റെ ഡൈപ്പർ റാഷ് ക്രീമാ തേക്കുന്നത്. ആ അപ്പൊ അത് വേറെന്തെങ്കിലും മാറ്റി തേക്കണോ? ഒന്നും തേക്കേണ്ട ആവശ്യമില്ല. രാവിലെ 8 മാസമല്ലേ ആയിട്ടുള്ളൂ, കിടക്കാൻ പോകുന്ന സമയത്ത് മാത്രം ഇത് തേക്കുക. ആ ഓക്കെ, ഇത് ഐ മീൻ കിടക്കാൻ പോകുന്ന സമയത്ത് മാത്രം വാവയ്ക്ക് പാമ്പർ കെട്ടി കൊടുക്കുക. ബാക്കിയുള്ളത് എയർ സർക്കുലേഷൻ പോട്ടെ. ഓക്കെ ഓക്കെ, Okay, Thank you. thank you so much Okay, for thank calling, you. Anju. നമുക്ക് അടുത്ത കോളർ Yes. റെഡിയാണ്. ഹലോ ഹലോ ഹലോ, എനിക്ക് തോന്നുന്നു ഡ്രോപ്പ് ആയിന്ന്. യെസ്, ഓക്കെ. അപ്പം എനിക്ക് തോന്നുന്നു ഈ ചെറിയ കുട്ടികൾക്ക് 8 മാസം എന്നൊക്കെ പറയുമ്പോൾ ഈ പാമ്പേഴ്സ് മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക അല്ലേ? ഞാൻ എന്റെ ഒരു അഭിപ്രായത്തില് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാ, ആവശ്യമില്ലാന്ന്. മൂത്രം ഒഴിക്കണെങ്കിലും ആ ഒരു ലെവലിലും എന്താണ് ആ ഒരു നാച്ചുറൽ എയർ കടന്നു പോകുന്ന ആ ഒരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ ഇനിയിപ്പോ ഈ ക്രീമും കാര്യങ്ങളും ഒന്നും പണ്ട് കാലത്ത് ഉണ്ടായിരുന്നില്ലല്ലോ. അമ്മമാരും നമ്മുടെ മുത്തശ്ശിമാരും ഒക്കെ എന്താ ചെയ്തു കൊടുക്കണ്ടായിരുന്നത്? വെളിച്ചെണ്ണ തേക്കുക. അതെ, വെളിച്ചെണ്ണ നല്ല ഓർഗാനിക് ആയിട്ടുള്ള രീതിയിൽ, ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ വിനി പറഞ്ഞ പോലെ തന്നെ വെന്ത വെളിച്ചെണ്ണ, നല്ലൊരു അതേമാതിരി നീറ്റ് ആയിട്ട് ആ ഭാഗത്ത് തേച്ചു കൊടുക്കുക. ഇതൊന്നും പണ്ടും ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോഴും സർവൈവൽ മോഡ് ഉണ്ടായിരുന്നല്ലോ. ആ ഒരു കാര്യങ്ങളൊക്കെ മെഡിക്കൽ വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. ആ ഭാഗത്തു നിന്നൊക്കെ കുട്ടിയുടെ ആ സെൻസിറ്റീവ് ഏരിയയിലേക്കൊക്കെ വെളിച്ചെണ്ണ തട്ടുമ്പോൾ ഇറ്റ് ഹാസ് ഗോട്ട് ഒരുപാട് ഗുണമുണ്ട് അതിന്. ഓക്കെ, അപ്പൊ നമുക്ക് കോളർ റെഡിയാണ്. ഹലോ, Good afternoon, ma'am. ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു കെയർ ആൻഡ് ക്യൂർ. ആരാ സംസാരിക്കുന്നത്? Thank you. Myself, Mehzabin, calling from Sharjah. ഓക്കെ, യു ക്യാൻ ടോക്ക് ടു വിനി. ഹായ്, Okay, ma'am. യുവർ Hi. ഗുഡ് നെയിം വൺസ് അഗൈൻ പ്ലീസ്. My name? യാ, Mehzabin. മെഹസബിൻ. ഓക്കെ, പറഞ്ഞോളൂ. എന്റെ ഡെലിവറി 2 കുട്ടികളുണ്ട്, രണ്ടും സി സെക്ഷൻ ആയിരുന്നു. ഓക്കെ അപ്പോ സെക്കൻഡ് ഡെലിവറിക്ക് ശേഷം വന്ന ടമ്മി പോകുന്നില്ല, ഭയങ്കര കൂടുതലായി. ഇപ്പോ ഓക്കെ എക്സസൈസ് ചെയ്യുന്നുണ്ട്, ആ പക്ഷേ ഡയറ്റും കാര്യങ്ങളും ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ ഫൈൻ. എത്ര ഏജ് ആയി? 30 years. 30 years. Yeah. And what's your weight? 172. 72. Yeah. And your height? 166 centimeter. 166. Yeah. ഓക്കെ, അപ്പോ എവിടെയാണ് ടമ്മി ഏരിയ മാത്രമേ തോന്നിക്കുന്നുള്ളൂ? അതെ അതെ. ഓക്കെ, ആൻഡ് ദാറ്റ് ടു വിത്ത് സി സെക്ഷൻ ഏരിയ ലോവർ ടമ്മി മാത്രമേ തോന്നുള്ളൂ? അല്ല, മൊത്തത്തിലും ഉണ്ട്. ദാറ്റ് മീൻസ് യു ആർ ഹാവിംഗ് ഹൈ കാർബോഹൈഡ്രേറ്റ്. ഓക്കെ ഓക്കെ, സോ റെഡ്യൂസ് യുവർ പോർഷൻ ഓഫ് യുവർ റൈസ് ആൻഡ് സോസർ പ്ലേറ്റിൽ കഴിക്കാൻ നോക്കുക. ഓക്കെ. രാവിലെ നേരത്തെ ഫിക്സഡ് ആയിട്ടുള്ള ഒരേ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിസൈഡ് ചെയ്ത് കഴിക്കാൻ നോക്കുക. ഓക്കെ. ആൻഡ് ദാറ്റ് ഷുഡ് ബി ദ ബ്രേക്ക്ഫാസ്റ്റ് ടിൽ യു ലൂസ് യുവർ വെയിറ്റ്. ഓക്കെ, ടാർഗറ്റഡ് വെയിറ്റ് ലൂസ് ചെയ്യുന്നവരേക്കും. അത് മാത്രമല്ല, ഉച്ചക്കത്തെ ആദ്യത്തെ ഒരാഴ്ച ഒരു ചെറിയ സോസർ പ്ലേറ്റിൽ കുറച്ച് ചോറ് എടുത്തോളൂ. അത് കഴിഞ്ഞ് ക്രമേണ പോകും തോറും യു ഷുഡ് കൺവേർട്ട് യുവർ സെൽഫ് ടു ചപ്പാത്തി
And ratri before 6 o'clock, try to have your food. Whatever you feel so, except rice and carbohydrate items. ഓക്കെ. So, എന്തെങ്കിലും സ്മൂത്തി പോലെ എടുക്കാനായിട്ട് eh? സ്മൂത്തീസ് എന്തെങ്കിലും Yes, you can have smoothies. പക്ഷേ problem is start your diet in a proper way. ഓക്കെ. എടുത്ത പാടെ തന്നെ നമ്മൾ ഒരു സ്മൂതിയിൽ പോയി എത്തുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റർ ഓൺ പിന്നെ നമ്മൾ എന്ത് കഴിക്കും? ഓക്കെ. എന്താ വെച്ചാൽ നമ്മുടെ ഫുഡ് ഇൻടേക്ക് ഒരുപാടാണ്. യു ഹാവ് നോട്ട് സ്റ്റാർട്ടഡ് ഡയറ്റ്. പിന്നെ വൈകുന്നേരം 6:30 മണിക്ക് ശേഷം നടക്കാൻ പോവാ. ഈ കാർബോഹൈഡ്രേറ്റ് നിർത്തിയാൽ തന്നെ മേൽ വയറ് കമ്മിയാവും. പിന്നെ സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള വയറിന് ശരിക്കും എക്സസൈസ് തന്നെ വേണം. ആൻഡ് ദെൻ യു ഹാവ് ടു കീപ് വാക്കിംഗ് ആൻഡ് ഡു യുവർ മസിൽ ടോണിങ്. ഓക്കെ. ഓക്കെ, താങ്ക് യു. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. വി ലവ് യുവർ ഷോ ആൻഡ് വി ആർ ഹാവിംഗ് എ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ആർ സിസ്റ്റേഴ്സ്, നാട്ടിലുള്ള എന്റെ സിസ്റ്റേഴ്സ് ഓൾവേസ് വെയിറ്റിംഗ് ടു ഷെയർ യുവർ ഷോ ആൻഡ് വി യൂസ് ടു ഷെയർ ദ ലിങ്ക് ആൻഡ് വാച്ച് യുവർ ഷോ. താങ്ക് യു സോ മച്ച്. വെൽക്കം. Thank you so much. Thank you so much for calling, dear. Yes. And I'm very happy that it's been shared. നാട്ടിലുള്ള ആൾക്കാർക്ക് വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ എനിക്ക് ഒരുപാട് മെസ്സേജസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഷോന്റെ ലിങ്ക് അവർ ഷെയർ ചെയ്യുന്നു ഫുള്ളായിട്ട് എന്ന് പറഞ്ഞത്. ഇൻഫാക്ട് എനിക്കും കുറെ പേഴ്സണൽ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു വിനിയുടെ ടിപ്സും കാര്യങ്ങളും എല്ലാം നല്ല ഇതാണെന്നുള്ളത്. സോ ഒരുപാട് പേർക്ക് അത് സഹായം ആവണമെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. യെസ്. ഓക്കെ, സോ വി ഹാവ് ഗോട്ട് എ കോളർ. ഹലോ. ഹലോ, വെൽക്കം ടു കെയർ ആൻഡ് ക്യൂർ. ആരാ സംസാരിക്കുന്നത്? ഞാൻ അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഉറക്കെ സംസാരിക്കൂ. മോളിയാണേ. മോളി. ഓക്കെ, എവിടെ നിന്നാ സംസാരിക്കുന്നത് മോളി? ഷാർജ. വിളിച്ചിട്ടുണ്ടോ? ആ ഉണ്ട്. ലാസ്റ്റ് വീക്ക് വിളിച്ചായിരുന്നു. പറയൂ. ഞാൻ ഇപ്പൊ എന്റെ ഹസ്ബൻഡിന് വേണ്ടി വിളിക്കുവാണേ. എന്റെ ഹസ്ബൻഡ് വന്ന് മിൽക്ക് പ്രോഡക്റ്റ് ഏത് സാധനം കഴിച്ചാലും ഭയങ്കര ഗ്യാസ്ട്രൈറ്റിസ്. എന്ത് പ്രോഡക്റ്റ് കഴിച്ചാൽ? മിൽക്ക് പ്രോഡക്ട്സ്. അതെ. ഓക്കെ. തൈര് കഴിച്ചാലും പുള്ളിക്കാരന് ഭയങ്കര ഗ്യാസ് വരുക. ഗ്യാസ് ആണോ വരുന്നത്? പുളിച്ചു തേട്ടലാണോ വരുന്നത്? പുളിച്ചു തേകട്ടുന്ന പോലെ. ഓക്കെ. അപ്പൊ ഗ്യാസ് അല്ല, ബേസിക്കലി പുളിച്ചു തേട്ടലാണ്. അതെ. ഓക്കെ. അത് ബേസിക്കലി വരുന്ന കാര്യം എന്ന് വെച്ചാൽ ആ ആസിഡ് ലെവൽ കൂടി നിൽക്കുന്നതുകൊണ്ടാ. ഓക്കെ. അപ്പൊ ഈ തൈരായാലും ശരി, പാലായാലും ശരി, എന്താണെങ്കിലും സ്കിംഡ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, അതൊന്ന്. പിന്നെ നല്ലോണം വെള്ളം പോലെ ആക്കിയിട്ട് വേണം തൈരും കാര്യങ്ങളും ഈ പുളിച്ചു തട്ടുന്ന പോലുള്ള ആൾക്കാർ കഴിക്കാൻ. ഇപ്പൊ പാല് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ നാട്ടിൽ പോയപ്പോ ടെസ്റ്റ് ചെയ്തപ്പോ മിൽക്ക് പ്രോഡക്റ്റ് അലർജി. അതുകൊണ്ട് അപ്പൊ അലർജിയാണ്, പുളിച്ചു തേട്ടലും ഉണ്ട്. ഓക്കെ. അപ്പൊ അലർജി ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം then you have to switch on from milk to almond milk or soya milk. ഈ ആൽമണ്ട് മിൽക്കും സോയാ മിൽക്കും ഒന്നും ഗ്യാസ് കൊണ്ടുവരില്ല, പുളിച്ചു തേട്ടുമില്ല. ഓക്കെ. ഈ സോയാ മിൽക്കിൽ തന്നെ നമ്മൾക്ക് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. ഓർഗാനിക് ആയിട്ടുള്ള രീതിയിലുള്ള തൈര് അവൈലബിൾ ആണ്. ഓക്കെ. ഇനി ഇൻ കേസ് പുള്ളിക്ക് തൈര് കൊടുക്കണമെന്ന് തന്നെ വെക്കുക. ഒരു മോരൊഴിച്ച കൂട്ടാൻ ലെവലിലേക്ക് മാത്രം പോയാൽ മതി. എന്നുവെച്ചാൽ അതൊന്ന് കുക്ക് ആവട്ടെ. അത് കൊടുക്കുന്നുണ്ട്. അത് അങ്ങനെ മാത്രമേ പുള്ളിക്ക് എടുക്കാൻ പറ്റൂ. അല്ലാണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ഒരു കേർഡ് റൈസ് ലെവലിൽ പോവാൻ പറ്റില്ല. വേറെ ഒന്നും ട്രീറ്റ്മെന്റ് ഇല്ല. എന്താ കാര്യം എന്ന് വെച്ചാല് എന്താണ്, ഒരു ലാക്ടോസ് അലർജി ആയി കഴിഞ്ഞാൽ, മിൽക്ക് പ്രോഡക്ട്സ്, ഡയറി പ്രോഡക്ട്സിന് അലർജി ആയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് നമ്മുടെ സ്കിൻ അടക്കം റിയാക്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ. താങ്ക് യു സോ മച്ച് മോളി. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. പുള്ളിക്കാരന് വന്ന് HCl വന്ന് കൂടുന്നതേ ഇല്ലേ, ഓൺലി 33 അങ്ങനെ നിൽക്കുക. കൊളസ്ട്രോൾ ലെവലില് HDL കൂടുന്നില്ല. ദാറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് യു സീ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് വേണ്ട അളവിനുള്ള കൊളസ്ട്രോൾ ഉള്ള പ്രോഡക്റ്റ് പോകുന്നില്ല. ബിക്കോസ് എൻറ്റയർ ഏജിന് ആ കംപ്ലീറ്റ് കൊളസ്ട്രോൾ ലെവൽസ് കുറച്ചൊന്ന് കൂട്ടാനായിട്ടുള്ള ഒരു ലെവലിലുള്ള പ്രോഡക്ട്സ് പോകുന്നില്ല. So you start with that എന്താണ് പറയാ substitutes and slowly you will find that it will be raising up. Okay, and give him tuna. Tuna mean അല്ലേ? എന്താ പറയാ? അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഞങ്ങള്. I'm not sure about it. മലയാളത്തിൽ എനിക്ക് അറിയില്ല. ചൂര എന്ന് പറയും. ചൂര മീൻ അത് കൊടുക്കൂ. അത് കൊടുക്കുന്നുണ്ട്. യെസ്, അത് കൊടുത്താൽ തന്നെ ഈ HDL കൂടും. ഓക്കെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് മോളി. ഓക്കെ, സോ നമ്മുടെ അടുത്ത കോളർ ലൈനിലുണ്ട്. ഹലോ. വെൽക്കം ടു കെയർ ആൻഡ് ക്യൂർ. ആരാ സംസാരിക്കുന്നത്? താങ്ക് യു. ഞാൻ രേഷ്മയാണ് വിളിക്കുന്നത്. രേഷ്മ എവിടെ നിന്നാ വിളിക്കുന്നത്? ഞാൻ ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. ദുബായിൽ നിന്ന്. ഓക്കെ രേഷ്മ, വിനി ഉണ്ടെന്ന് നമ്മുടെ കൂടെ, ചോദിച്ചോളൂ. ഹായ് രേഷ്മ. ഹായ് മാം. ഷോ കാണാറുണ്ട്, ഇപ്പൊ അടുത്ത് കണ്ടു തുടങ്ങിയുള്ളൂ. അപ്പൊ ഞാൻ താങ്ക് യു സോ മച്ച്. നന്നായിട്ട് പോകുന്നുണ്ട്.
ഇപ്പൊ ഞാനൊരു PCOD പേഷ്യന്റ് ആണ്. ഓക്കെ. അപ്പോ ഞാൻ ഇപ്പൊ 2 ഇയർ കഴിഞ്ഞു മാരേജ് കഴിഞ്ഞിട്ട്. അപ്പൊ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഫസ്റ്റ് മുതലേ ബിഫോർ മാരേജ് തന്നെ എനിക്ക് പീരിയഡ്സ് റെഗുലർ അല്ലായിരുന്നു. പക്ഷെ അന്നൊന്നും PCOD ഡിറ്റക്ട് ചെയ്തില്ലായിരുന്നു. അത് കഴിഞ്ഞ നമ്മള് മാരേജിനോടടുത്തൊക്കെ കുറച്ചൊക്കെ പീരിയഡ്സ് റെഗുലർ ആയി വന്നിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വെയിറ്റ് കൂടിയപ്പോ പിന്നെയും ഇറഗുലർ ആയി. അത് കഴിഞ്ഞ് 1 ഇയർ ഓൾമോസ്റ്റ് ഒരു 6 മന്ത് കഴിഞ്ഞപ്പോ ഞാൻ ഡോക്ടറെ അടുത്ത് പോയിരുന്നു. അപ്പൊ തൊട്ട് മെറ്റ്ഫോമിനൊക്കെ കഴിച്ചു തുടങ്ങിയിരുന്നു. അപ്പോഴൊന്നും ഇപ്പൊ റിസൾട്ട് ഇല്ല. അറ്റ് ലാസ്റ്റ് ഞാൻ ക്ലോമിഡ് ലാസ്റ്റ് 3 മന്ത്സ് ക്ലോമിഡ് ട്രൈ ചെയ്തു. അത് കഴിഞ്ഞ് ക്ലോമിഡ് കഴിച്ചു തുടങ്ങി കഴിച്ചിരുന്നു. ഒരു 3 മന്ത്സ് മുന്നേ കഴിച്ചിട്ടുണ്ടായി. അപ്പോഴതിന് റിസൾട്ട് ഒന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞപ്പോ ലാസ്റ്റ് മന്ത് 3 ടൈം ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് 3 days, second day, 4th day and 6th day. For your ovulation egg to be proper? Okay, fine. ഫോർ ഓവുലേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിലും ഓവുലേഷൻ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇനി നെക്സ്റ്റ് മന്ത് ഡോക്ടർ 6 ഇഞ്ചക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വെയിറ്റ് കൂടുതലാണ്. അതായത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സോറി ടു ഇന്ററപ്റ്റ് യു രേഷ്മ, ഈ ഇഞ്ചക്ഷൻ എപ്പോ എടുത്തു ഓവുലേഷന് വേണ്ടിയിട്ടുള്ളത്? അത് പീരിയഡ്സ് അല്ലല്ല, ഞാൻ ചോദിക്കുന്നേ ഇപ്പൊ എടുത്തിട്ട് എത്ര മാസായി? ലാസ്റ്റ് മന്ത് എടുത്തത്. ലാസ്റ്റ് മന്ത് എടുത്തിട്ട് ഈ മന്ത് ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത മാസം 6 ഇഞ്ചക്ഷന് പോവാണോ? അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. ഡോണ്ട് ഡു ഇറ്റ്. ഗിവ് ഇറ്റ് എ ഗ്യാപ്പ് ഓഫ് 3 months. ബോഡിക്ക് അക്സെപ്റ്റ് ചെയ്യണ ഒരു ലെവൽ ഉണ്ട്. ഓക്കെ. അതായത് ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. ലൈക്ക് യു നോ, തിങ്സ് ആർ ഗോയിങ് ഇൻ എ വെരി പ്രോപ്പർ വേ, ബട്ട് ഇറ്റ് ഇസ് ടേക്കിംഗ് ടൈം. നമ്മൾ സമയം കൊടുക്കുക. പക്ഷെ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇട്ട് കഷ്ടപ്പെടുത്തരുത്. പ്രീവിയസ് മന്ത് 3 ഇഞ്ചക്ഷൻ പോയിട്ടേ ഉള്ളൂ. ഒരു 2 മാസം ഗ്യാപ്പ് കൊടുത്തൂടെ ബോഡിക്ക്? അത് കഴിഞ്ഞിട്ട് പോവും. അടുത്ത മാസം 6 ഇഞ്ചക്ഷൻ ആണ്. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് എ ജോക്ക്. നോ 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 നോ. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, റിലാക്സ് യുവർ സെൽഫ്. ഓക്കെ, ഈ റിലാക്സേഷൻ മോഡ് തന്നെ വേണം. ഓരോ പ്രാവശ്യം ടെൻഷൻ കൂടുമ്പോഴും that will affect completely your hormones, your ovulation and many things. And just take away the so called, you know, കുട്ടികളെ ആയിട്ടില്ല, എന്താ ആവാത്തെ, ഞാൻ ട്രീറ്റ്മെന്റിലാണ്, ക്ലോമിഡ് കഴിച്ചു എന്നിട്ടും ആവില്ല. സോ വാട്ട് ഈസ് എ പ്രോബ്ലം? നമ്മൾ അതിന് വേണ്ടിയിട്ട് നോക്കുന്നുണ്ടല്ലോ. There is more and more things yet to happen. നമ്മൾ സ്ലോലി ആൻഡ് പ്രൊസീജിയർ ആയിട്ടുള്ള രീതിയിൽ പോവുക. പക്ഷെ അവനവന്റെ ദേഹം കൂടി കേടുവരുത്തിയിട്ടാണ് ആ പോക്ക് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ കുട്ടി കിടക്കണം എന്നും കൂടി ആലോചിക്കണം. സോ റിലാക്സ്. ആദ്യം വേണ്ടത് ആ പോസിറ്റീവ് അപ്രോച്ച്. ഡോണ്ട് യു തിങ്ക്. ആൻഡ് ഞാനൊരു കാര്യം പറയാം, ഇപ്പൊ സംഭവിക്കുന്നത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് കണ്ണിന്ന് വെള്ളം വരിക. ഡോണ്ട് യു വറി അബൌട്ട് ഇറ്റ്. ബിക്കോസ് ആ ഒരു പ്രൊസീജിയറും ആ ഒരു കാര്യങ്ങളും ഒക്കെ പോയിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് വരുന്ന സമയത്ത് ഏത് സ്ത്രീയും അണ്ടർഗോ ചെയ്യുന്ന ഒരു കാര്യമാണത്. സോ ബോഡിക്ക് ഇപ്പൊ വേണ്ടത് എന്താണെന്നറിയോ? പോയ മാസം അത്രയും അത് അണ്ടർഗോ ചെയ്തതിന് ശേഷം ഈ മാസവും അതിന്റെ അടുത്ത മാസവും ഒന്ന് റിലാക്സ് ചെയ്യുക. പിന്നെ അതിനുശേഷം പോയിക്കോളൂ. ഓക്കെ, റെഗുലറൈസ് ചെയ്യാനുള്ള രീതിയിൽ വെയിറ്റിന്റെ കാര്യത്തില് അടിപൊളിയായിട്ടുള്ള കാര്യം ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, സ്റ്റെപ്പ് കയറി ഇറങ്ങുക. ഓക്കെ, അതായത് ലിഫ്റ്റില് എന്താണ്, എവിടെയാണോ താമസിക്കുന്നത് ലിഫ്റ്റില് ഏറ്റവും മുകളിലത്തെ ലെവലിലേക്ക് പോവാ. എന്നിട്ട് യു ട്രൈ, മാക്സിമം ട്രൈ ചെയ്യൂ. 2 3 എന്താണ് പറയാ, ഇതിന്ന് ഇറങ്ങാൻ നോക്കുക. എന്നിട്ട് വീണ്ടും ലിഫ്റ്റിൽ താഴെ വന്നോളൂ. ആ മുകളിലേക്കും താഴത്തേക്കും ഇറങ്ങി കയറുന്നത് PCODക്ക് ശരിക്കും ഹെൽപ്പ് ഔട്ട് ചെയ്യും. ഓക്കെ, ഡയറ്റിന്റെ കാര്യത്തിൽ ഒന്നും ഇപ്പൊ അപ്സ് ആൻഡ് ഡൗൺസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് വേണ്ട മിനറൽസ്, വേണ്ട പ്രോട്ടീൻസ് ഒക്കെ ഈ മെഡിസിൻ എടുക്കുമ്പോ പോയേ പറ്റൂ. ബിക്കോസ് യു ആർ ട്രൈങ് ടു കൺസീവ്. വെയിറ്റ് കുറയ്ക്കാൻ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം ഇത് ചെയ്യുക, വാക്കിംഗ് ചെയ്യുക. ഓക്കെ, അത് തന്നെ ഇറ്റ് വിൽ ഹെൽപ്പ് യു ഔട്ട്. ആൻഡ് ഡോണ്ട് യു ഫീൽ ദാറ്റ് യു നോ ആ നെഗറ്റിവിറ്റി തന്നെ വേണ്ട. തിങ്സ് വിൽ ഹാപ്പൻ. ആൻഡ് ഞങ്ങളുടെ ഷോയിലേക്ക് തന്നെ തിരിച്ച് വിളിച്ച് പറയണം ദാറ്റ് യു ആർ പ്രഗ്നന്റ്. Okay, Reshma. Okay, thank you so much for calling, Reshma. We've got another caller. Yeah. Hello. ഹലോ, വെൽക്കം ടു കെയർ ആൻഡ് ക്യൂർ. ആരാ സംസാരിക്കുന്നത്? ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. ഞാൻ ശ്രീജിത്ത് ആണ്, ദുബായിൽ നിന്ന്. ശ്രീജിത്ത്, we are so happy we have got a male caller here. അന്നൊരു പ്രാവശ്യം കൂടി ഒരു അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. Okay. പറയൂ ശ്രീജിത്ത്.
എനിക്ക് തൈറോയിഡിന്റെ അളവ് കൂടുതലാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു മിനിറ്റ്, ആ ശ്രീജിത്തിന് വേണ്ടിയിട്ടാണോ? അതെ, എനിക്ക് വേണ്ടിട്ടാ. Oh my God, I should definitely tell you that I can't reply it now because ആണുങ്ങളുടെ ഹോർമോൺസ് ലെവൽ, ആണുങ്ങളുടെ തൈറോയിഡ് ലെവൽ അതൊരു സെപ്പറേറ്റ് സെഷൻ ആണ് ശ്രീജിത്ത്. ഞങ്ങൾ അത് വർക്ക്ഔട്ട് ചെയ്യാം. ആൻഡ് ഈ ഒരു കാര്യം വിമൻസ് ഏരിയയാണ്, പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ടുള്ള രീതിയിൽ പറയണം. ബിക്കോസ് ഈ സെഷന് എനിക്ക് ആണുങ്ങളുടെ സെഷന് ശരിക്കും എലോബറേറ്റ് ആയിട്ട് തന്നെ എനിക്ക് ഇരുന്ന് സംസാരിക്കണം. അതെ, എന്താ കാര്യം അറിയോ? നിങ്ങളുടെ തൈറോയിഡ് ലെവൽസിനും ഞങ്ങളുടെ തൈറോയിഡ് ലെവൽസിനും എല്ലാത്തിനും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അത് ശരി. ഓക്കെ, സോ ഐ എം സോ സോറി. ഞാൻ ആദ്യത്തെ കോളറോട് പറയണ ഇങ്ങനെ ഒരു പറയാൻ എനിക്ക് വന്നതിൽ ഐ എം വെരി ഡിസപ്പോയിന്റഡ്. ബട്ട് വിൽ വർക്ക് ഓൺ. Yes, that's what we'll work on, and later on ആണുങ്ങളുടെ കാര്യത്തിന്റെ ആ ഒരു ലെവലിലും ലൈക് തടി, അമിതവണ്ണത്തിന്റെയും വയറും ഹാർട്ട് ബേൺസും നിങ്ങളുടെ ഉള്ള പ്രോബ്ലത്തിനുള്ളത് എന്തായാലും ഞാൻ ഉത്തരം പറഞ്ഞിരിക്കും. Okay, Srijit, thank you so much for calling. Thank you so much. Okay, bye. So that's okay. നമുക്ക് നെക്സ്റ്റ് ടൈം ഇത് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം ഇനി. Because I think this is the second caller അല്ലേ? Last time പോയ പ്രാവശ്യം പുള്ളി വിളിച്ചത് പുള്ളിയുടെ മോൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് വലിയ വിഷയം ഉണ്ടായില്ല. ഇത് പുള്ളിയുടെ കാര്യമാണ്. സോ നമ്മൾക്ക് ഉണ്ടല്ലോ പെണ്ണുങ്ങളുടെ ഇതിനെക്കാട്ടിലും വി ഹാവ് ടു ടേക്ക് ഇറ്റ് ഇൻ ടു എ നെക്സ്റ്റ് ലെവൽ. അവരുടെ മസിൽ സ്ട്രെങ്ത്തും അവരുടെ മസിൽ പവറും ഒക്കെ ഡിഫറെന്റ് ആണ്. സോ അത് ഇരുന്ന് സംസാരിക്കേണ്ട വിഷയം തന്നെ ടോട്ടൽ ഡിഫറെന്റ് ആണ്, ഹോർമോണൽ ലെവൽസ് തൊട്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഉത്തരം. Okay, I hope Srijitന് മനസ്സിലായിട്ടുണ്ടാവും. Definitely, and when we are including പുള്ളിക്ക് വിളിക്കാം. Yes, okay, we have got another caller. Hello. Hello, welcome to Care and Cure. ആരാ സംസാരിക്കുന്നത്? Good afternoon. My name is Chitra. I'm calling from Dubai. Okay, Chitra, പറഞ്ഞോളൂ. Hi, Chitra. Yeah, hi. Good afternoon, doctor. This is the first time I'm seeing your show and I'm quite impressed. Thank you so much. Yeah. So I thought, I have a problem with my skin, that is, I'm having this hyperpigmentation. Okay. It Chitra is മലയാളിയാണോ? not Malayali. I'm a Tamil, but I can speak and understand Malayalam. தமிழ்ல பேசுங்க. Okay. கொஞ்சம் கூட கம்ஃபர்ட்டபிளா இருப்பீங்க. சொல்லுங்க. Okay. டாக்டர், எனக்கு வந்து இந்த எப்படின்னா ஸ்கின்ல வந்து கொஞ்சம் ஹைப்பர் பிக்மெண்டேஷன் ப்ராப்ளம் இருக்கு. ஓகே. என்னவா ஃபீல் ஆகுது? ஒன்னும் ஃபீல் ஆகல. எப்படின்னா ஒரு சடன் டார்க்கனிங் ஆஃப் தி ஸ்கின். ஓகே. திடீர்னு வந்ததா? படன்? திடீர்னு வந்ததா? திடீர்னு தான் வந்தது. நார்மலா ரொம்ப பெர்ஃபெக்ட் காம்ப்ளெக்ஷன்லாம், ஐ மீன் ஸ்கின் ரொம்ப ஃபேர் கிடையாது, ஆனா வந்து கிளியர் ஸ்கின் எப்பவுமே. I didn't have any issues of any kind, but it just started suddenly. Now it is almost 5-6 years and I have gone to many doctors. Okay, fine. எல்லா இடத்துலயும் இருக்கா இல்ல சன் டைரக்ட் படுற இடத்துல மட்டும் தான் இருக்கா? Face and neck. Face and neck. Yeah. அப்ப கையில கிடையாது? கையில just a little கொஞ்சம் இருக்கு. Okay. How it started was with itching. ஓகே. அதாவது இது பேசிக்கா ப்ராப்ளம் என்னன்னு பாத்தீங்கன்னா, உங்களோட ஸ்கின்னோட டைப் இருக்கு இல்லையா? ஆமா. அந்த ஸ்கின் டைப்புக்கு அந்த ஹீட்டை வந்து அப்சார்ப் பண்ற லெவல் இருக்கு இல்லையா, அது எடுத்துக்க முடியறது இல்ல. நான் பிராக்டிகலா பேசிட்டு இருக்கேன். ஓகே. அந்த எடுத்துட்டு முடியாம நீங்க இமிடியேட்டா நீங்க ஏசிக்கு வர்றீங்கல்ல, அந்த கோல்ட் அண்ட் அந்த ஹாட் வந்து அந்த ஸ்கின்னால எடுத்துக்க முடியறது கிடையாது. அதனால என்ன ஆகுதுன்னா, அது அந்த இச்சிங்ல ஸ்டார்ட் ஆயிட்டு அந்த டார்க்னஸ் வந்துருது. நீங்க என்ன பண்ணுவீங்கன்னா, நைட்டு படுக்க போகும்போது ரோஸ் வாட்டர் இருக்கு இல்லையா, நல்லா கையில இந்த ஃபேஸ்ல உங்களுக்கு எங்க எல்லாம் இருக்கோ அதுல நல்லா அப்ளை பண்ணிக்கங்க. அண்ட் நம்ம இந்த தேங்காய் எண்ணெய் இருக்கு, அந்த தேங்காய் எண்ணெயில வந்து நீங்க வந்து அந்த என்ன அந்த மலையாளத்துல வெந்த வெளிச்செண்ணெய்ன்னு சொல்லுவாங்க. அது அப்படின்னா கொஞ்சமா கொப்பரை இதை எடுத்துட்டு துருவன தேங்காய் எடுத்துட்டு பேன்ல போட்டு நல்லா வறுத்துட்டே இருந்தீங்கன்னா ஒரு சர்டன் லிமிட்ல வந்து இந்த தேங்காய் இந்த துருவனதுல இருந்து எண்ணெய் வர ஆரம்பிக்கும். அந்த எண்ணெய் வந்து ஒரு பிரவுன் கலர்ல இருக்கும். அந்த பிரவுன் கலர் எண்ணெய் கொஞ்சோண்டு எடுத்துட்டு இந்த ஒலிவ் ஆயில் சேர்த்து மிக்ஸ் பண்ணிட்டு நீங்க ஃபேஸ்லயும் உங்களோட இது நெக்லயும் இந்த கையிலயும் அப்ளை பண்ணிக்கங்க. அப்ளை பண்ணதுக்கு அப்புறமா போய் நீங்க குளிச்சுக்குங்க, நோ ப்ராப்ளம். குளிச்சதுக்கு அப்புறமா நல்ல pH லெவல் ஹை இருக்கிற சன்ஸ்கிரீன் லோஷன் வீட்ல இருக்கும்போது அப்ளை பண்ணுங்க. வெளியில போகும்போது மட்டும் கிடையாது, வீட்ல இருக்கும்போதும் அந்த ஏசி லெவலுக்கு உங்களுக்கு தாங்க முடியறது இல்ல உங்க ஸ்கின்னால. அந்த லெவலுக்கு நீங்க மெயின்டைன் பண்ணிட்டு இது வந்துட்டு இருந்தீங்கன்னா ஃபர்ஸ்ட் இச்சிங் போகும், லைட்டர் வெர்ஷனா இந்த ஸ்கின் வர ஆரம்பிக்கும். அந்த லைட்டர் வெர்ஷன் உங்களுக்கு எப்ப வருதோ அந்த டைம்ல இருந்து நீங்க ஆல்மண்ட் ஆயில் ஸ்டார்ட் பண்ணுங்க. அப்போ உங்களோட நார்மல் லெவலுக்கு வந்துரும்.
டென்ஷன் ஆக தேவையே கிடையாது. இது என்னன்னு பாத்தீங்கன்னா அந்த ஒரு ஹைப்பர் எண்ட் இந்த ஒரு ஹைப்பர் எண்ட்னால ஸ்கின்னால எடுக்க முடியறது கிடையாது. புரியுதுங்களா? சரிங்க. ஓகே ஓகே, thank you so much for calling dear. ஹலோ டாக்டர். சொல்லுங்க. யா வந்து எப்படின்னா எனக்கு வந்து ஐ எம் நவ 52 years old. சரி. So எனக்கு இந்த மெனோபாஸ் ஸ்டார்ட் ஆயாச்சு. ஓகே. அண்ட் வந்து so that is why you know this so you I mean actually நீங்க உங்க ஏஜ் சொல்ல கிடையாது. அது சொல்ல விட்டு போயிடுது. ஆக்சுவலா அப்ப வந்து ப்ரொசீஜர் பிரகாரம் நீங்க இதே பண்ணுங்க. இது வந்து ஒரு ஹார்மோனல் இம்பேலன்ஸ் சேஞ்ச்னால வந்திருக்கு. மெனோபாஸ் ஆகி எவ்வளவு வருஷம் ஆகுதுங்க? maybe about 2 years now. ஓகே, நோ டோன்ட் யூ வரி. இன்னொரு 2 வருஷம் தான். அந்த 2 வருஷத்துக்குள்ள கம்ப்ளீட் பேலன்ஸ் வந்துரும். சோ எனக்கு இந்த ஹீட் நீங்க சொன்ன மாதிரி எனக்கு தாங்க முடியாது. அப்படியே அதுதான் நான் சொல்றேன். அந்த ஒரு ஹீட் தாங்க முடியாத லெவலுக்கு உங்க ஸ்கின் போறனால தான் இந்த மாதிரி வருது. வேர்த்து கொட்டும். அப்புறம் ஒரே வந்து ஏசி ஆன் பண்ணி உட்கார்ந்தா கொஞ்சம் அதுதான் எக்ஸ்ட்ரீம் லெவலுக்கு போறீங்க பாருங்க. அதனால தான் இந்த பிரச்சனை. ஓகேங்களா? ஓகே சரி. Okay, thank you so much. that is clear for you. Thank you so much for calling. Vinny, we have got another caller, and I'm so happy that you speak in Tamil. Yeah, I'm brought up in Coimbatore. Okay, good. Anyway, അപ്പൊ തമിഴ് കോളേഴ്സിന്റെ അടുത്തും എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ just because it is a show, you don't have to wait for I mean മലയാളം അല്ലേ എങ്ങനെ സംസാരിക്കും, you don't have to. തമിഴ് കോളേഴ്സ് ധാരാളமா கால் பண்ணுங்க. உங்ககிட்ட நான் பேசுறதுக்கு தயாரா இருக்கேன். Okay, we have got another caller. Hello. കുറച്ചോർക്ക് സംസാരിക്കോ? ഹലോ, പറയൂ. ആരാ സംസാരിക്കുന്നത്? ഞാൻ നിത്യ, ഷാർജയിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, പറയൂ. നിത്യ പറയൂ. മാഡം, എനിക്ക് 2 ഡൗട്ടാണ് ഉള്ളത്. പറഞ്ഞോളൂ. കഴിഞ്ഞ ജൂൺ 2 എന്റെ സിസേറിയൻ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞായിരുന്നു. ഓക്കെ. അപ്പൊ ഇപ്പൊ 38 ഡേയ്സ് ആയി. അപ്പൊ ഈ സിസേറിയൻ കഴിഞ്ഞിട്ട് വയറ് കെട്ടുന്നുള്ള ഒരു ചടങ്ങുണ്ടല്ലോ, നോർമൽ ഡെലിവറിക്കാർക്കാണ് സാധാരണ കെട്ടെന്ന് പറയും. ഈ സിസേറിയൻകാർക്കും ഇങ്ങനെ കെട്ടാവോ എന്നൊരു ഡൗട്ട്. ഫസ്റ്റ് തിങ് കെട്ടാൻ പാടില്ല. ഇല്ല. എത്ര ദിവസം കെട്ടിയിരുന്നു? ഇനി അതിന്റെ കോംപ്ലിക്കേഷൻസ് വല്ലതും ഉണ്ടാവും? ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരും. പക്ഷെ കെട്ടാൻ പാടില്ല. യു ഷുഡ് ഗിവ് ഓൺലി ഒരു ലൈറ്റ് പ്രഷർ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. സിസേറിയൻസിന് വേണ്ടിയിട്ട് മാത്രമുള്ള ബെൽറ്റ് മെഡിക്കൽ ഷോപ്സിൽ കിട്ടും. അത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നാട്ടിലത്തെ പോലെ വലിച്ചു മുറുകി കെട്ടരുത്. ഓക്കെ. ഒരു മിനിമം 6 months. 6 months കഴിഞ്ഞു കഴിഞ്ഞാല് സ്ലോലി യു സ്റ്റാർട്ട് ടേക്കിംഗ് ഇറ്റ്. പതുക്കെ കോട്ടൺ സാരി വെച്ചിട്ട് ഒന്ന് പതുക്കെ കെട്ടുക. യു ഹാവ് ടു ടേക്ക് ഇറ്റ് ടു എ ഡിഫറെന്റ് ലെവൽ. പക്ഷെ ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് സി സെക്ഷന് വേണ്ടിയിട്ട് മാത്രമുള്ള ബെൽറ്റ്സ് കിട്ടും. അത് അളവ് നോക്കിയിട്ട് പോയി വാങ്ങിക്കുക. അത് സി സെക്ഷൻ ഉള്ളതാണ്. സി സെക്ഷൻ ഡെലിവറി കഴിഞ്ഞാൽ ആ സ്റ്റിച്ച് ബോദർ ചെയ്യാത്ത രീതിയിലാണ് മെഡിക്കൽ അത് ഇറക്കിയിരിക്കുന്നത്. അതല്ലാതെ നാട്ടിലത്തെ പോലെ ഇപ്പൊ കെട്ടരുത്. ഓക്കെ. രണ്ടാമത്തെ ഡൗട്ട് എന്ന് പറയുന്നത് എന്റെ കുഞ്ഞിന് നല്ല ഡ്രൈ സ്കിൻ ആയിട്ട് വരുന്ന പോലെ നല്ല ഡ്രൈ പോലെ തോന്നുന്നുണ്ട്. നമ്മൾ കുളിപ്പിക്കുമ്പോഴൊക്കെ നല്ല ഡ്രൈ സ്കിൻ ആയി തോന്നുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ 38 ദിവസമല്ലേ അതിനായിട്ടുള്ളൂ. അതാണ്. അപ്പൊ ഇറ്റ്സ് ഷെഡിങ് ഇറ്റ്സ് സ്കിൻ. അത് ഓൾറെഡി പോയായിരുന്നു. കാരണം ജനിച്ച ഉടനെ ആളുടെ സ്കിൻ ഇങ്ങനെ നന്നായി ഇങ്ങനെ തൊലി പൊളിഞ്ഞു പോണ പോലെ ഉണ്ടായിരുന്നു. അതിപ്പോ ഓൾമോസ്റ്റ് ഇങ്ങനെ കുറഞ്ഞു അതാ ഞാൻ പറയുന്നത്. ഗിവ് ഇറ്റ് എ ടൈം. ഒരു 40-45 ദിവസം ആവട്ടെ. അതിനുശേഷം അങ്ങനെ പ്രോബ്ലം ഉണ്ടെങ്കിൽ പിന്നെ നോക്കാം. ഓക്കെ. അല്ല, ഇപ്പൊ ആള് ഈ എക്സ്ട്രാ വെർജിൻ ഓയിൽ വെച്ചിട്ടാണ് കുളിപ്പിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ സോപ്പ് ഉപയോഗിക്കണതിന്റെ അലർജി ഒന്നും ആയിരിക്കില്ലല്ലോ അല്ലെ? എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ തേക്കേണ്ട പ്രായമില്ല. എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ. ഓക്കെ. കോക്കനട്ട് ഓയിൽ ഇസ് ഫൈൻ, നോ പ്രോബ്ലം. എന്താണ് പറയാ, സോപ്പ് എന്താണ് സോപ്പ്? ഓക്കെ. അതിനിപ്പോ അങ്ങനെ ഒരു സംശയം മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ദാറ്റ്. ഇപ്പൊ സോപ്പ് തേച്ചിട്ട് തന്നെ കുളിപ്പിക്കണം എന്നൊന്നും ഇല്ലല്ലോ. 38 ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഓക്കെ. അതൊന്ന് സ്കിപ്പ് ചെയ്ത് നോക്കൂ. ഈ ഡ്രൈ സ്കിന്നിന് ഒരു ഡിഫറൻസ് കാണില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നോക്കാം. അല്ല, അപ്പൊ നമ്മൾ കുളിപ്പിക്കുമ്പോ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ടാന്നേ. ജസ്റ്റ് ഒന്ന് എന്താണ് പറയാ, കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചെടുക്കുക. ഇപ്പൊ ചളിയൊന്നും ആവാനില്ലല്ലോ. ഓക്കെ. താങ്ക് യു സോ മച്ച് നിത്യ. Thank you so much Nitya for calling. We have got another caller. Hello. ഡ്രോപ്പ് ആയി തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ സിസേറിയൻ ടൈമിൽ ഇത് കഴിയുമ്പോ തന്നെ അവിടുത്തെ ഡോക്ടേഴ്സ് നമ്മുടെ അടുത്ത് പറയും കെട്ടാൻ പാടില്ല എന്നുള്ളത്. എന്താ കാര്യം എന്ന് വെച്ചാല് ആ സ്റ്റിച്ചേഴ്സിന് എടുക്കാനുള്ള ഒരു ശക്തി ഉണ്ട്. അത് ഇപ്പൊ മെഡിക്കൽ രീതിയിൽ ഇപ്പൊ എല്ലാവരുടെയും അവൈലബിൾ ആണ് ഇങ്ങനെ ഒരു സംഭവം. അതായത് സി സെക്ഷന് മാത്രമായിട്ടുള്ള രീതിയിൽ ഇടാനുള്ള ഒരു ബെൽറ്റ്. ഓക്കെ. അത് ദേ ഹാവ് ടേക്കൺ കെയർ അബൌട്ട് ദ സ്റ്റിച്ചേഴ്സ് ആസ് വെൽ. സോ നമുക്ക് കിട്ടുന്ന പ്രഷർ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ സി സെക്ഷൻ കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. തുമ്മ,
അതേമാതിരി ചുമ. അത് മാക്സിമം ആരും തന്നെ പറഞ്ഞു തരില്ല, പക്ഷെ സ്വയം അനുഭവിച്ചവർക്ക് അറിയാം ഇപ്പൊ തന്നെ സ്റ്റിച്ച് പൊട്ടി എന്നുള്ള ഒരു ഫീല്. ഓക്കെ, ബിക്കോസ് വയറ് നന്നായിട്ട് പിടിച്ചിട്ട് വേണം ഒന്ന് ചുമക്കാനോ ഒന്ന് തുമ്മല് വരുമ്പോഴും നമുക്ക് ഇതാക്കാൻ. സോ ആ ഒരു പ്രൊട്ടക്ഷൻ ലെവൽ ഈ ഒരു ബെൽറ്റ് നമുക്ക് തരും. ഓക്കെ, ആ ഒരു വയറിനുള്ള ഒരു കംപ്രഷൻ. പക്ഷെ ദർ ഇസ് ലോട്ട് ഓഫ് യുനോ ആ ഒരു ലെവൽ ഉണ്ട് സി സെക്ഷൻ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നോക്കാന്നേ. So why worry about? Yes. So we've got a caller. Hello. Hi. Hi. Welcome to Care and Cure. ആരാ സംസാരിക്കുന്നത്? This is Roshni from Abu Dhabi. Can you just speak louder? This is Roshni. Roshni from Abu okay. Dhabi. Okay, Roshni സംസാരിച്ചോളൂ. Hello, ma'am. ഹായ്, പറയൂ റോഷ്നി. മാം, ഞാൻ 24 ഇയേഴ്സ് ഓൾഡ് ആണ്. ഓക്കെ, എനിക്കൊരു 2-3 മന്ത്സ് ആയിട്ടുള്ള പ്രശ്നമാണ്. എനിക്ക് ഒരു ഈസോഫാഗൽ ഏരിയയിൽ ഒരു ഡിസ്കംഫർട്ട് പോലെ വന്നിരുന്നു. അതായത് പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല, ചുമ്മാ അങ്ങനെ തോന്നും, ദെൻ ഐ ഫീൽ ടയേർഡ്, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഡോക്ടറിന്റെ അടുത്ത് പോയി 2 ഡിഫറെന്റ് ഗ്യാസ്ട്രോസിനെ പോയി കണ്ടു, ടെസ്റ്റുകളെല്ലാം ചെയ്തു, ഇൻക്ലൂഡിങ് എൻഡോസ്കോപ്പി. അപ്പം റിസൾട്ട് പറയുന്നത് ജസ്റ്റ് സം മൈൽഡ് ഗാസ്ട്രൈറ്റിസ് അങ്ങനെ പറഞ്ഞേ. പേടിക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു. കുറച്ച് ടാബ്ലറ്റ്സ് തന്നു. വാട്ട് ടാബ്ലറ്റ്സ്? ലാൻസോപ്രസോൾ. ലാൻസോപ്രോൾ. ഓക്കെ, ഓക്കെ. അത് ലാൻസോപ്രസോൾ എത്ര mg? അത് ഐ എം നോട്ട് ഷുവർ ഡോക്ടർ. കഴിച്ചു കഴിഞ്ഞു, അതിന്റെ ആ ഒരു ഡോസ് കഴിച്ചു കഴിഞ്ഞു. ഓക്കെ, രാത്രി മാത്രമാണോ രാവിലെ? രാവിലെ ഓൺലി ഇൻ ദ മോർണിംഗ്. ഓക്കെ, 1 ടാബ്ലറ്റ്. പിന്നെ വേറെ എന്തെങ്കിലും ലിക്വിഡ്? വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നില്ല. ശരി, ഇനിയിപ്പോ ഇപ്പോഴത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാല് ഈ ഡിസ്കംഫർട്ട് വീണ്ടും റീഓക്കറിംഗ്. നോട്ട് റീഓക്കറിംഗ് ഡോക്ടർ. ഈ ഡിസ്കംഫർട്ട് ഇച്ചിരി കുറഞ്ഞപ്പോഴത്തേക്കും നെക്സ്റ്റ് പ്രശ്നം വന്നത്, ഓഫ്കോഴ്സ് ഇതും ഗാസ്ട്രോയുടെ അടുത്ത് പറഞ്ഞതാണ്, ഭയങ്കര ബ്ലോട്ടിംഗ്. അതായത് ഒരു ദിവസത്തിൽ ഒരുപാട് ടൈം എനിക്കിങ്ങനെ ബർപ്പിംഗ് പോലെ വരുന്നു. ഇപ്പം ഗ്യാസി ആയിട്ടുള്ള ഫുഡ് അത് അവോയ്ഡ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് പൊട്ടാറ്റോ മാതിരത്തെ അങ്ങനത്തെ ഫുഡ് എല്ലാം കംപ്ലീറ്റ്ലി നിർത്തിയിട്ട് പോലും എന്ത് തരത്തിലുള്ള ഫുഡ്, ഇപ്പൊ രാത്രി കഞ്ഞിയും പയറും കഴിച്ചാൽ പോലും എനിക്ക് ഭയങ്കര എക്സസീവ് ആയിട്ട്. ഈ ലാൻസോപ്രസോൾ ഒരാഴ്ച കഴിച്ചോ അതോ 15 ദിവസം? ഒരാഴ്ചയല്ല, 15-20 ഡേയ്സോളം തന്നു. ഓക്കെ, ഇനി ഉള്ള നമ്മുടെ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, യു ഹാവ് റീച്ച്ഡ് എ സ്റ്റേജ് where you are supposed to take this medicine on a lighter version for another 3 months. 3 months. You know why? Because ഈ ബ്ലോട്ടിങ്ങോട് കൂടിയിട്ട് നിങ്ങളുടെ ആ ഒരു എന്താണ് പറയാ ഗ്യാസ്ട്രിക് ലെവല്, ആ ആസിഡിറ്റി ലെവൽ വന്നിട്ട് കൺട്രോൾ ആവുന്നില്ല. ഇപ്പൊ ഒരു ഹൈ ലെവൽ കൺട്രോളിംഗിൽ വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലാൻസോപ്രസോൾ നമ്മൾ കഴിക്കുന്നത്. പക്ഷെ നമ്മൾ ഗ്രാജുവലി നമുക്ക് ഒരു 3 മാസമെങ്കിലും മിനിമം ടൈം നമ്മുടെ ബോഡിക്ക് കൊടുക്കണം, നമ്മുടെ ആസിഡ് പവറിനെ ഒന്ന് കമ്മിയാക്കി കൊണ്ടുവരാൻ. Okay, so you go back to your gastroenterologist and you go and tell him that this is the problem that is occurring back, and get you a lighter version, lansoprazole higher version ana, and write an antacid which you can take it on a daily basis. Okay, അതൊരു ദോഷമല്ല. ഡോണ്ട് യു തിങ്ക് ദാറ്റ് ഞാൻ ഇത് ദിവസവും മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ അതൊരു ദോഷമായിട്ട് വരുമോ? അതൊരു ദോഷമല്ല. അതുകൊണ്ടാണ് ഞാൻ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ആ ഒരു ഡെയിലി ബേസിസിൽ ഒരു ആന്റാസിഡ് കഴിക്കാനുള്ള ടാബ്ലറ്റ് എഴുതി വാങ്ങിക്കാൻ പറയണേ. ഓക്കെ, 1 മാസം കഴിക്കുമ്പോഴത്തേക്കും തന്നെ റെഗുലറൈസേഷൻ വരാൻ തുടങ്ങും, ബ്ലോട്ടിങ്ങിലും ആസിഡിറ്റി ലെവലിലും. വീണ്ടും ഒരു 2 മാസം കൂടി ബോഡിക്ക് അത് കൊടുത്തിട്ട് അങ്ങോട്ട് പെർമനന്റ് ആയിട്ട് നിർത്തുക. ഓക്കെ ഡോക്ടർ, അപ്പം ഇനിയിപ്പോ പറയുന്നത് ഡോക്ടർ ഇനി ഒരു 3 മാസത്തേക്ക് ഒരു ലൈറ്റ് ഡോസേജിൽ ലൈറ്റ് ഡോസിൽ നമ്മുടെ ബോഡിക്ക് കൊടുത്തേ പറ്റൂ. ബിക്കോസ് യു ഹാവ് ഓൾറെഡി കം ടു ദാറ്റ് ഹൈ എൻഡ് ലെവലിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ലാൻസോപ്രസോളിൽ പോയിരിക്കുന്നത്. ഓക്കെ ഡോക്ടർ, എന്താ നമ്മൾക്കൊരു കൺസേൺ വന്നെന്ന് വെച്ചാൽ ബർപ്പിംഗ് കൂടാതെ എന്റെ സ്റ്റമക്ക് എന്ന് പറഞ്ഞ അങ്ങ് ബ്ലോട്ടിംഗ് എന്ന് പറഞ്ഞ ഒരുമാതിരി വല്ലാത്ത രീതിയിൽ. അതാ ഞാൻ പറയണേ, ഈ ഒരു സംഭവം നമ്മൾക്ക് എടുത്തോണ്ട് പോകേണ്ടിയിരുന്ന ഒരു ലെവൽ എന്തായിരുന്നു എന്നറിയോ? ഒരാഴ്ച ലാൻസോപ്രസോൾ, അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത്. സോ ഇനി പോയി ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിന്റെ അടുത്ത് പോവുക, ഈ ഒരു കാര്യം പറയുക. അതിന്റെ ഇടയിൽ യു സ്റ്റാർട്ട് ഡ്രിങ്കിങ് നാട്ടിലത്തെ നോർമൽ ആയിട്ട് തിളപ്പിച്ച് കഴിക്കുന്ന ജീരകം വെള്ളം. ബ്ലോട്ടിങ്ങിന് ഒരുപാട് സഹായിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത കോളർ റെഡിയാണ്. ഹലോ ഹലോ ഹലോ
കട്ടായി പോയി. ഓക്കെ. ഓക്കെ, സോ ഇതിപ്പോ മാക്സിമം ആൾക്കാർക്കും കണ്ടുവരുന്ന ഒരു കാര്യമാണ്. പെട്ടെന്നായിരിക്കും ലേഡീസിന് പ്രത്യേകിച്ചിട്ട്, ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 50% കണ്ടുവരാറുള്ളൂ. പെട്ടെന്ന് നമ്മുടെ അന്നനാളത്തിൽ കൂടെ ഒരു വല്ലാത്തൊരു മൊത്തത്തിലൊരു എരിയലും പുകച്ചിലും ഒക്കെ കൂടി ഒരു ഫീലിംഗ്. then you go end up to see a gastroenterologist and then you take it up from there. അപ്പൊ ആ ഒരു ലെവലാണ് ആദ്യം നമ്മൾ പോയിട്ട് നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾക്ക് അവർ മരുന്ന് തരും. പക്ഷെ നമ്മുടെ ബോഡി ഓൾറെഡി ആ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. സോ നമ്മുടെ നാട്ടിലെ നമ്മൾ ഫോളോ ചെയ്യുന്ന നോർമൽ ആയിട്ടുള്ള ജീരകം ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ടുള്ള ആ മഞ്ഞ കളർ വെള്ളം ഇതിന് ബ്ലോട്ടിങ്ങിനും ഈ ആ ഫീലിംഗ് വരുന്നതിനും ഒരുപാട് സഹായിക്കും. ഓക്കെ, സോ വി ഹാവ് ഗോട്ട് another caller. ഹലോ ഹലോ കുറച്ച് ഉറക്കെ സംസാരിക്കൂ. ഹലോ യെസ്, ഹലോ, വെൽക്കം ടു കെയർ ആൻഡ് ക്യൂർ. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് ജംഷീർ. കുറച്ച് ഉറക്കെ സംസാരിക്കൂ പ്ലീസ്. ജംഷീർ ജംഷീർ ജംഷീർ. ഓക്കെ, ജംഷീർ എവിടെ നിന്നാ വിളിക്കുന്നത്? ഞാൻ ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. ദുബായ്. ഓക്കെ ജംഷീർ, വിനി ഉണ്ട് ഇവിടെ, സംസാരിച്ചോളൂ. ഹായ് ജംഷീർ, പറയൂ. അയ്യോ, ഞാൻ എന്റെ വൈഫിനെ സംശയം ചോദിക്കാനായിരുന്നു. ഓ, പറഞ്ഞോളൂ. അപ്പൊ എന്റെ വൈഫിന് പീരിയഡ്സ് കറക്റ്റ് ആവുന്നില്ല. പീരിയഡ് കറക്റ്റ് ആവുന്നില്ല? ഇല്ല. ഓക്കെ, വൈഫ് എവിടെയാ? നാട്ടിലാണുള്ളത്. ഓക്കെ, ആൻഡ് എത്ര മാസം കൂടുമ്പോ പീരിയഡ് വരും? ഇപ്പൊ 4 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, അതിനുശേഷം ഇതുവരെ കറക്റ്റ് അല്ല. അതന്നെ, എത്ര മാസം കൂടുമ്പോഴാണ് പീരിയഡ് വരുന്നത്? പീരിയഡ്സ് 15-20 ദിവസം വ്യത്യാസത്തില് വരുന്നുണ്ട്. 15-20 ദിവസം ഗ്യാപ്പിലോ? അതെ. അതായത് ഒരു മാസം 2 പ്രാവശ്യം വരുമോ? ഇല്ലല്ല, 1 മാസം കഴിഞ്ഞ് പിന്നെ 15 ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത് വരിക. 15-20 ദിവസം കഴിഞ്ഞിട്ട്. അപ്പൊ പിന്നെ പീരിയഡ്സിന് കുഴപ്പം എന്ന് പറയത്തക്ക രീതിയിൽ, ബിക്കോസ് ഇറ്റ്സ് എൻ ഏർലി പീരിയഡ്. ഏർലി പീരിയഡ്. അപ്പൊ അത് പീരിയഡ് വരുന്നില്ല എന്നുള്ളതല്ല, ഇറ്റ്സ് എൻ ഏർലി പീരിയഡ്. ഏർലി പീരിയഡ്, ലേറ്റ് ആകുക, പീരിയഡ്സ് ലേറ്റ് ആകുക. ഐ തിങ്ക് ടോട്ടലി ഇറ്റ്സ് ഇൻ എ ഡിഫറെന്റ് കൺസേൺ. അതായത് ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിരുന്നോ? കാണിച്ചിരുന്നു. അപ്പോ ഫോൾ എക്സ്ട്രാ എന്ന് പറഞ്ഞ ഗുളിക തന്നിരിക്കുന്നു. ഫോൾ എക്സ്ട്രാ. എന്താ ഫോൾ എക്സ്ട്രാ? ഐ തിങ്ക് വൈഫ് വിളിക്കുന്നത് അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ബിക്കോസ് വൈഫിന്റെ അടുത്ത് കാര്യം ചോദിച്ചിട്ട്, വൈഫ് നാട്ടിലായതുകൊണ്ട് ഞാനിപ്പോ ഒരു ഓപ്ഷൻ പറയാം. വൈഫിന്റെ അടുത്ത് കാര്യങ്ങൾ മുഴുവൻ ചോദിച്ചിട്ട് ആ മെഡിസിന്റെ പേരും എല്ലാം കൂടിയിട്ട് പ്ലീസ് ഈ ചാനലിലേക്ക്, നമ്മുടെ പേജിലേക്ക് ഒന്ന് അറിയിക്കുക. ഞാൻ നിങ്ങൾക്ക് ഉത്തരം പറയാം. ഓക്കെ, ബിക്കോസ് നിങ്ങൾ പറയുന്നതും ആ ഒരു ഇന്റർ കണക്ഷൻ ശരിയാവുന്നില്ല. ഈ നോർമോക്സ് എന്ന് പറഞ്ഞ ഗുളിക അപ്പൊ കഴിക്കുന്നുണ്ട്. അതെ അല്ലെ, ഈ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടിയിട്ട് പേജിൽ ഒന്ന് അറിയിക്കൂ, ഞാനൊന്ന് നോക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. എനിക്ക് തോന്നുന്നത് ആൾക്ക് അതിന്റെ ഒരു കറക്റ്റ് അറിയുന്നില്ല പീരിയഡ് എപ്പോഴാണ്, അത് ലേറ്റ് ആണോ ഏർലി ആണോ എന്നുള്ളത്. എനിക്കും ഒരു ടോട്ടൽ കൺഫ്യൂഷനിലാണ് ഞാനും ഇരിക്കുന്നുണ്ടായിരുന്നത്. സോ ഇറ്റ്സ് ഓക്കെ. ഓക്കെ, വി ഹാവ് ഗോട്ട് എ കോളർ. ഹലോ ഹലോ, കുറച്ച് ഉറക്കെ സംസാരിക്കൂ പ്ലീസ്. യെസ്, ഹലോ, ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് രമ്യ. ഐ ആം നോട്ട് ഏബിൾ ടു ഹിയർ. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ക്ലിയർ ഡിയർ. കെൻ യു പ്ലീസ് ശബ്ദം കൂടി? യെസ്, ഫൈൻ. കേൾക്കുന്നുണ്ടോ? ഡോക്ടർ, എനിക്ക് സ്ട്രെച്ച് മാർക്ക് പോവാനുള്ള എന്തെങ്കിലും മെഡിസിൻ അറിഞ്ഞാൽ കൊള്ളായിരുന്നു. പേര് പറഞ്ഞില്ല? രമ്യ. രമ്യ, എത്ര വയസ്സായി? എനിക്കല്ല, ആക്ച്വലി എന്റെ അമ്മയ്ക്ക് വേണ്ടിട്ടായിരുന്നേ. ഓക്കെ, അമ്മയ്ക്ക് എത്ര വയസ്സായി? 55 ഒക്കെ ആയിട്ടുണ്ടാവും. 55 years ആൻഡ് സ്ട്രെച്ച് മാർക്ക് ഇപ്പൊ പോവാന്ന് പറഞ്ഞാൽ ഐ വുഡ് വൺ ആൻസർ റിപ്ലൈ, ഐ എം സോറി. പോകത്തില്ലല്ലേ? ഇല്ല. ഓക്കെ, എന്താ കാര്യം എന്ന് വെച്ചാൽ ബോഡി ഹാസ് ഓൾറെഡി അണ്ടർഗോൺ ഓൾ സോർട്സ് ഓഫ് തിങ്സ്. അതിൽ കൈയുടെ നമ്മൾ ബ്ലൗസ് ഒക്കെ ഇടുന്ന ഭാഗത്ത്, അപ്പൊ ഞാൻ ഡോക്ടറെ അടുത്തൊക്കെ അവിടെയൊക്കെ പോയി കാണിച്ചു, വന്നിട്ടും കുറവില്ല. അത് കുറയില്ല, ബിക്കോസ് ഏജും കൂടി ഫാക്ടർ നോക്കണം. അതെല്ലേ? ആ ഏജ് ഫാക്ടറും പിന്നെ അമ്മയ്ക്ക് മെനോപോസ് ആയോ? കഴിഞ്ഞത്. സോ എല്ലാം കൂടി കൺസിഡറേഷൻ എടുത്തിട്ട് ഇനി ഒരു സ്ട്രെച്ച് മാർക്കും ഇനി ഒരു തടിച്ച ഇതിന്ന് ആ പോകുന്ന സ്ട്രെച്ച് മാർക്കും നടക്കില്ല. നടക്കത്തില്ലല്ലേ? ഓക്കെ ഡോക്ടർ, എനിക്കൊരു ഡൗട്ടും കൂടി ഉണ്ട്. എന്റെ മാരേജ് കഴിഞ്ഞിട്ട് 4 year ആയി. ഇപ്പൊ പ്ലാനിങ് ഒന്നും ആയിട്ടില്ല. അപ്പൊ എനിക്കിപ്പോ 31 റണ്ണിങ് ആണ്. ഓക്കെ, ലേറ്റ് ആയോ? നോ, സീ, ഹാവിങ് എ ബേബി ഈസ് യുവർ ചോയ്സ്. ആണല്ലോ? അപ്പൊ എല്ലാവരും ഓക്കെ, സോ എല്ലാവരും പറയുന്ന കേട്ടിട്ട് നമ്മൾ ആവാൻ നോക്കാന്ന് പറയണത് ഇറ്റ്സ് നോട്ട് അപ് ടു. വേറൊരു കാര്യം എന്ന് വെച്ചാൽ പ്രിപ്പയർ യുവർ സെൽഫ്. യു ആർ ദ വൺ ഹു ഇസ് ഗോയിങ് ടു ഹാവ് ഇറ്റ്. സോ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ സംബന്ധിച്ചിടത്തോളം യു ആൻഡ് ഐ ഹസ്ബൻഡ് സ്പീക്ക് ടുഗദർ. വെൻ യു ബോത്ത് ആർ റെഡി ഫോർ ഇറ്റ്, ഗോ ഫോർ ഇറ്റ്. ഓക്കെ, ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് 31. പിന്നെ ഇതിനൊക്കെ ഒരു ഏജ് ഉണ്ട്. ഇതിനൊക്കെ ഒരു ഏജ് ഉണ്ട്.
40 വയസ്സിലും 50 വയസ്സിലും പ്രസവിക്കുന്നവരുണ്ട്. ആരോഗ്യം നമ്മുടെ അമ്മമാർക്ക് ആരോഗ്യം ഉള്ളപ്പോ പ്രസവിച്ച് എണീക്കുക എന്നുള്ള കോൺസെപ്റ്റ് ആണ് എന്റെ. ബിക്കോസ് നമ്മുടെ അമ്മയ്ക്ക് നമ്മളുടെ കുട്ടികളെ നോക്കാനുള്ള ഒരു കാഴ്ചപ്പാടും കൂടി വേണം. So what you have to decide is like when you and your husband can decide about it. Yeah. Okay, thank you so much for calling. താങ്ക് യു. എനിക്ക് തോന്നുന്നു സ്ട്രെച്ച് മാർക്സിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ ഒരു ഏജിൽ തന്നെ ഈ സ്ട്രെച്ച് മാർക്സ് പോവാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആ പ്രഗ്നൻസി സ്റ്റേജ് മുതൽ ചിലവർക്ക് പ്രഗ്നൻസിയുടെ സമയം മുതൽ വരും, ചിലവർക്ക് ഒബിസിറ്റി കാരണം കൊണ്ടുവരും. ഇത് ആ ഒരു ശരീരം എന്നുള്ള രീതിയിൽ. പക്ഷെ ഇത് വരാൻ തുടങ്ങുന്ന സമയത്തിന്റെ മുമ്പ് തൊട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻ തുടങ്ങണം. നമ്മളിത് കണ്ടു കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് അതിലൊരു ലിമിറ്റേഷൻ വരികയാണ്, നമുക്ക് അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ശ്രുതി, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഈ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, ഈ സ്ട്രെച്ച് മാർക്ക് എന്ന് പറയുന്നത്, ഇറ്റ്സ് എ ഡോക്യുമെന്റ് ദാറ്റ് ഷോസ് യു ദാറ്റ് you have such a darlings with you. Yes, exactly. അത് വായിക്കേണ്ട കാര്യമില്ലല്ലോ. അതെ. Okay, so we have got a caller. Hello, welcome to Care and Cure. ആരാ സംസാരിക്കുന്നത്? താങ്ക് യു. ഞാൻ ആലയിൽ നിന്ന് ലേഖയാണ് വിളിക്കുന്നത്. ലേഖ. ഓക്കെ, വിനി ഉണ്ട് ഇവിടെ, സംസാരിച്ചോളൂ. ഓക്കെ. ഹായ് ലേഖ, പറയൂ. ഗുഡ് ആഫ്റ്റർനൂൺ വിനി. നമസ്കാരം, പറഞ്ഞോളൂ. എല്ലാ ഇൻഫർമേഷനും ആദ്യമേ താങ്ക്സ് പറയണേ, യൂസ്ഫുൾ ഇൻഫർമേഷൻസ് ആണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ എനിക്ക് 40+ ആയി. അപ്പൊ ഞാനും ഹസ്ബൻഡ് ഇങ്ങനെ ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്, നടക്കും. അപ്പൊ ഒരു ഡോക്ടർ ഇങ്ങനെ പറയുന്നത് കേട്ടു, നമ്മളിപ്പോ എവരി മീൽസ് നമ്മൾ ഏത് നേരം മീൽസ് കഴിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ്സ് വീട്ടിനകത്ത് തന്നെ ഒരു പെട്ടെന്ന് നടക്കുന്നത്, അത് ഈ ബോഡിയിൽ ഷുഗർ ഒക്കെ വരാതിരിക്കാൻ നല്ലതാണെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ കൂടി പറയാവോ? എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഓക്കെ, നമ്മൾ ആഹാരം കഴിക്കുന്നില്ലേ, നമ്മളിപ്പോ എവരി മീൽസ് രാവിലെയോ ഉച്ചയ്ക്കോ രാത്രിയോ മീൽസ് കഴിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ്സ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ നടക്കുന്ന വലിയ നടപ്പല്ല, വീട്ടിനകത്ത് ഇങ്ങനെ നടക്കുന്നത്, ബ്ലഡ് ഷുഗർ ഇങ്ങനെ വരാതിരിക്കാൻ, ഷുഗർ ബോഡിയിലെ 3 നേരം ഭക്ഷണം നമ്മൾ എപ്പൊക്കെ കഴിക്കുന്നോ അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി 10 മിനിറ്റിൽ നമ്മൾ നടക്കുക. അതെ, വീട്ടിനകത്ത് തന്നെ അകത്തുള്ള നടപ്പ്. അങ്ങനെ ചെയ്താൽ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ആവുമെന്ന് പറഞ്ഞു. അത് ശരിയാണോ? അതങ്ങനെ അങ്ങനെ ഷുഗർ ഹസ്ബൻഡിന് ഷുഗർ ഒക്കെ ഒത്തിരി ബോർഡറിൽ ഇരിക്കുവാണേ. അങ്ങനെ നടക്കുന്നത് ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. ബിക്കോസ് യു ഹാവ് ടു ഗിവ് ഇറ്റ് അറ്റ്ലീസ്റ്റ് 15 to 20 minutes ഗ്യാപ്പ്. ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നടക്കാൻ പാടുള്ളൂ അല്ലേ? അതായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് 20-25 മിനിറ്റ് എങ്കിലും ദേഹത്തിനുള്ള എൻസൈംസിനുള്ള ടൈം കൊടുത്തിട്ടേ നടക്കാൻ പാടുള്ളൂ. അതല്ലാതെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ സംഭവങ്ങൾ മുഴുവൻ വേറൊരു രൂപത്തിൽ വന്ന് ഭവിക്കും. ഓക്കെ, ഡോണ്ട് ഡു ദാറ്റ്. നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള എനർജി ലെവൽ വേറെ, ഇത് കഴിഞ്ഞ പാടെങ്കിലും എണീറ്റ് നടക്കുന്നത് വേറെ. ഇതേ ഇപ്പൊ സംഭവം ഒരു എനർജി സ്മൂത്തി കുടിച്ചിട്ട് നിങ്ങൾ ഓടാൻ പൊക്കോളൂ, നോ വിഷയം. ഇത് മെയിൻ ഫുഡ് കഴിച്ചിട്ട് ഇമ്മീഡിയറ്റ്ലി നടക്കാൻ പോവാ എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു 20-25 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് പിന്നെ റിലാക്സ് ചെയ്യൂ, പിന്നെ യു ക്യാൻ സ്റ്റാർട്ട്. മതി, വീട്ടിനകത്ത് നടക്കുന്നതും ഒരുപാട് കൗണ്ട് ചെയ്യും. പൗഡർ മുഖത്ത് ഫേസിൽ പൗഡർ ഇടുന്നത് നല്ലതല്ലെന്ന് ഇങ്ങനെ ഓരോ നെറ്റിലൊക്കെ വാട്സാപ്പിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ടേ. അത് കറക്റ്റ്. ഞാനിപ്പോ യാഡ്ലി റെഡ് റോസസിന്റെ പൗഡറാണ് ഞാൻ ഇത്രയും വർഷമായിട്ട് ഉപയോഗിക്കുന്നത്. ശരി, അത് ഈ പൗഡർ ഇടാൻ പാടില്ല അങ്ങനെയുള്ള ഈ ഒരു കോൺസെപ്റ്റ് ഓരോരുത്തർക്കും ഓരോ പോലെയാ. Okay, it depends upon if it is suiting you, you put it. If it is not suiting you, വാട്സാപ്പിലും മറ്റേതിലൊക്കെ വരണു എന്ന് പറഞ്ഞിട്ട് don't get confused. നമ്മുടെ ദേഹത്തിന് അത് ഓക്കെ ആണോ, ഫൈൻ, ഡു ഇറ്റ്. പൗഡർ ഇത്ര കാലമായിട്ട് ഇടുന്നു, അതുകൊണ്ട് ഒരു കുഴപ്പം ലേഖയ്ക്ക് വന്നിട്ടില്ല, പിന്നെ എന്തിനാണ് വറി ചെയ്യുന്നത്? No problem, you don't have to worry about it. As long as you are okay with your face, please do it. Okay, thank you. Okay, Lekha, thank you so much for calling. We've got a last caller. നമുക്ക് നോക്കാം. Hello. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് ഷമിൽ എന്നാണ്, ഞാൻ ദുബൈയിൽ നിന്നാണ് വിളിക്കുന്നത്. കുറച്ച് ഉറക്കെ സംസാരിക്കൂ. എന്താ പേര് പറഞ്ഞത്? ഷമിൽ എന്നാണ്, ഞാൻ ദുബൈയിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഷമിൽ പറഞ്ഞോളൂ. എന്റെ വൈഫ് പ്രഗ്നന്റ് ആണ്, 20 years ആണുള്ളത്. അപ്പോഴേ തൈറോയിഡ് ലെവല് പിന്നെ മിനിമം എത്ര നമുക്ക് വേണ്ടെന്ന് പറയാമോ? No. Your wife is with you?
ഉണ്ട്. വൈഫ് ഉണ്ട്. ഓക്കെ. പ്രഗ്നന്റ് ആണ്. പ്രഗ്നന്റ് ആണോ? ഓക്കെ. പ്രഗ്നന്റ് ആണ്. ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് തൈറോയ്ഡ് ലെവൽ ഒക്കെ നോക്കിയതാണോ? തൈറോയ്ഡ് ലെവൽ നോക്കി, പക്ഷേ വേരിയേഷൻ കാണിക്കുന്നുണ്ടായിരുന്നു. 2 പ്രാവശ്യം ചെക്ക് ചെയ്തു. ഒരു പ്രാവശ്യം ചെക്ക് ചെയ്തപ്പോൾ 6.66 വന്നു. ഓക്കെ. പിന്നെ അതിനുശേഷം ബ്ലഡ് എടുത്ത് ചെക്ക് ചെയ്തത് 3.33 സംതിങ് വന്നു. നോ പ്രോബ്ലം. ഗിവ് ഇറ്റ് എ ടൈം ഫോർ അനദർ 2 more months. വേരിയേഷൻ കാണിക്കുക എന്നുള്ളത് അതിന്റെ ആ ഒരു സ്റ്റൈലാണ്. സോ വറി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ. ഇതിന് ടാബ്ലറ്റ് കഴിക്കേണ്ട ആവശ്യമുണ്ടോ അതോ? ഇല്ല, അത് ഡോക്ടേഴ്സ് പറയും അക്കോർഡിംഗ് ടു ഹർ ഹെൽത്ത് റിലേറ്റഡ്. ഓക്കെ. യു കാൺ ജഡ്ജ് ബിക്കോസ് ഇങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് അതെന്ന് പറഞ്ഞിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അടുത്ത മാസം വീണ്ടും വേരിയേഷൻ കാണിക്കും. അതിന്റെ അടുത്ത മാസം വേരിയേഷൻ കാണിക്കുമ്പോൾ പിന്നീട് ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്യും. അല്ല, ഇപ്പൊ വിസിറ്റിനാണ് വന്നിട്ടുള്ളത്. അപ്പൊ നെക്സ്റ്റ് മന്ത് നാട്ടിൽ പോകുന്നുണ്ട്. അപ്പോഴും ചെക്കപ്പ് ചെയ്താൽ മതി. യെസ്, നോ പ്രോബ്ലം. അപ്പൊ തന്നെ അറിയാം. പിന്നെ രാവിലെ അറിയാതെ മരുന്ന് കഴിക്കരുത് കേട്ടോ. ഇല്ല. പിന്നെ രാവിലെ എഴുതിക്കുമ്പോഴത്തേക്കും ഇതുപോലെ വോമിറ്റിംഗ് ടെൻഡൻസി, അതെല്ലാം പ്രഗ്നൻസിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 2 മാസം കഴിഞ്ഞാൽ അതെല്ലാം ശരിയാവും. ഡോണ്ട് യു വറി. ഓക്കെ. പിന്നെ ഈ ഫുഡൊക്കെ ഇവര് പറയുന്ന അനുസരിച്ചുള്ള കഴിക്കാത്തപ്പോ നോ പ്രോബ്ലം ഫോർ ഹാവിംഗ് ദ ഫുഡ് ആൻഡ് ഓൾ. വീട്ടിലുള്ള ഭക്ഷണം നന്നായി കഴിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. എനിക്ക് തോന്നുന്നു നമുക്ക് ഒരുപാട് മെയിൽ കോളേഴ്സ് അവർക്ക് സംസാരിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് പറയുന്നേ വേണം. എനിവേസ്, ഇന്ന് നമ്മുടെ സമയം കഴിയാണ് ഇവിടെ. സോ ഇറ്റ്സ് ടൈം ഫോർ us to say bye. വിനി ഇനി വീണ്ടും വെനസ്ഡേ ഉണ്ടാവും. ഓക്കെ, till then take care. Bye.